അറിയാം. അപ്പൊ ഈ അഖിൽമാരാര് പറഞ്ഞ കാര്യത്തിൽ ലൈക്ക് ഇവരെല്ലാരും ലൈക്ക് പെണ്ണുങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഇവരെല്ലാരും ഉൾപ്പെടുന്നുണ്ട്. സ്ത്രീകളെ എന്താ ദോല വിന്നർ ആയതാണ് പുള്ളിയുടെ ഒരു പ്രിവിലേജ്, ഇതൊക്കെ പറയാനുള്ള ഒരു പ്രിവിലേജ്. ലൈക്ക് ഹീസ് ദി വിന്നർ. ആ ഒരു ഗെയിം കളിച്ച് ജയിച്ച So what? Who the hell is this? അവളുടെ താളിലൊക്കെ എന്റെ പ്രാന്ത് പിടിച്ചിരിക്കുന്നേ. എനിക്ക് അങ്ങനെ തോന്നിയതുണ്ടോ? അല്ല, ഈ അൺനെസസറി ടോക്ക് എനിക്ക് ഇഷ്ടമില്ല. ശരിക്കും പറഞ്ഞ ജാസ്മിൻ ചെയ്ത് ചീറ്റിംഗ് അല്ലേ? ചീറ്റിംഗ് അല്ലേ? പക്ക ചീറ്റിംഗ്. ഇപ്പൊ ജാനുമണിയായിട്ട് ഒരു പ്രശ്നം ഉണ്ടായി, ഒരു ആർഗ്യുമെന്റ് ഉണ്ടായി, നിങ്ങൾ നല്ല ഫ്രണ്ട്സായി. ഫ്രണ്ട്സ് ആയത് മാത്രം പുറത്തേക്ക് കാണിച്ചിട്ടില്ല. സെക്സ്വൽ ആയിട്ടുള്ള ഒരു ആക്ഷനും കാണിച്ചിട്ടില്ല. അതിന്റെ കൂടുതൽ അർജുന് യമുന ചേച്ചിക്ക് കാണിച്ചിട്ടുണ്ടല്ലോ. ബിഗ് ബോസിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്നാണ് പറയുന്നത്. വാട്ട് യു ഹാവ് ടു സേ അബൌട്ട് ദാറ്റ്? കാരണം ഈ ഒരു സീസണിലാണെങ്കിലും ഇതിന് മുമ്പ് കഴിഞ്ഞു പോയ സീസണിലാണെങ്കിലും സോ മെനി ഓഫ് യുവർ ഫ്രണ്ട്സ് വെർ ദർ. രഞ്ജിനി ചേച്ചി നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ദിയാസന, പിന്നെ ശോഭ ചേച്ചി ഫ്രണ്ട് ആയിരുന്നു തോന്നുന്നു, പിന്നെ ഈ സീസണിലുള്ളവരെല്ലാവരും ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ലൈക്ക് എന്താ ഈ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറയാം, നിങ്ങൾ എന്താ അല്ല എവരി ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ടെങ്കിൽ ബിഗ് ബോസിലും അത് നടക്കാൻ പാടില്ല. These shitty things I don't do. പപ്പായ ട്രീസ് മീഡിയയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക്, ഫസ്റ്റ് എപ്പിസോഡിലേക്കും എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഒപ്പം ഇന്നൊരു ബർത്ത്ഡേ ഗേളാണ്, ഒരു സെലിബ്രിറ്റിയാണ്, ഇപ്പോൾ എന്താ പറയുക, എല്ലാവരുടെയും എല്ലാമാണ് ജാനുമണി ദാസ്. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഓക്കെ, എത്ര വയസ്സായി? 18? ശരിക്കും പറഞ്ഞില്ല, എൻ്റെ ഒറിജിനൽ ഏജ് ആർക്കും അറിയില്ല. When I was in 16.5 I came to Kerala, so it is now going to be 15 years. So count it, you people. ഞാൻ മാത്സിൽ ഭയങ്കര വീക്ക്. അപ്പോൾ ജാനുമണി ചേച്ചി, yes, don't call me ചേച്ചി, I will call you ജാനു. ഓക്കെ ജാനു, എന്താ പരിപാടി? ഇപ്പോൾ ബിഗ് ബോസിൽ നിന്നൊക്കെ ഇറങ്ങി, അപ്പോൾ എല്ലാവരും കുറേ ഇൻ്റർവ്യൂ വരുന്നുണ്ട്, കുറേ പരിപാടി വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ എല്ലാവരും ബിഗ് ബോസിനെ പറ്റി. വാട്ട്സ് യുവർ പ്ലാൻസ്? വാട്ട് ആർ യു ഡൂയിങ് നൗ? Basically I'm a makeup artist. Okay. So എനിക്ക് അറിയില്ല, ബിഗ് ബോസിൽ പോയി കണ്ടിട്ട് എല്ലാവർക്കും അറിയില്ല. I'm a celebrity makeup artist ആണ്. So obviously that is my job, and today wherever I am, ഈ സ്ഥലത്തിലെ ഈ വെടിയിലെ എത്തുന്ന ഒരു കാര്യമുള്ളൂ because of my job, my makeup. So obviously ഞാൻ മേക്കപ്പിലെ തിരിച്ചു പോകും. എനിക്ക് ബ്രൈഡൽ മേക്കപ്പ് വേണം, അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ആരെങ്കിലും ഒക്കെ കാണുന്നവരെല്ലാവരും എന്താ ചേച്ചിയുടെ കൊണ്ട് ബ്രൈഡൽ മേക്കപ്പ് അല്ലെങ്കിൽ എന്ത് സെലിബ്രിറ്റീസ് ആർക്ക് വേണമെങ്കിലും ചേച്ചിയുടെ അടുത്ത്. എൻ്റെ ഓൾറെഡി വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് രഞ്ജിനി ചേച്ചിയുടെ കൂടെ ഞാനൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്തു. രഞ്ജിനി ചേച്ചിയുടെ പണ്ടൊട്ട് ചേച്ചിയാണ്. രഞ്ജിനി ചേച്ചി, മഞ്ജു ചേച്ചി, പൂർണിമ ചേച്ചി, ശ്വേത ചേച്ചി, റിമി, ദീസ് പീപ്പിൾ ആർ ലൈക്ക് മൈ ബാബന. പുലിയാണ്. ഞാൻ ഒരു 317 ആർട്ടിസ്റ്റ് till now, like including all industries like Tamil, Telugu, Malayalam, Assamese, Bengali, okay, Kannada, business class li. So that is no, like we used to travel, no, like according to the work and all. So other traveling the കാര്യം മാത്രമല്ല, that traveling is very easy, you can fly like private jet also. പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും അതൊരു ക്ലാസ് വേണ്ടേ. അതിന് വേണ്ടിയാണ് ഞാൻ പറയുന്ന കാര്യം. പക്ഷെ എനിക്ക് കുട്ടി കൊടുത്ത് കഴിഞ്ഞിട്ട് ജർമ്മനി ബിസിനസ് ക്ലാസ്സിൽ യെസ് ഐ ട്രാവൽ, ഐ നോ, എനിക്കറിയാം. ഇപ്പോൾ തന്നെ ബിസിനസ് ക്ലാസ് കുറേ ഫ്ലൈറ്റിലില്ല. പിന്നെ നമ്മൾ ബിസിനസ് ക്ലാസ്സിൽ ട്രാവലിംഗ് ചെയ്യുന്ന പോലെ ജെറ്റ് എയർവേസിൽ ആ കുഞ്ഞൊരു ഓട്ടോ കിങ് ഫിഷർ ഫ്ലൈറ്റ് ഉണ്ടായില്ലേ, രണ്ട് ആൾ അപ്പട്ടി ഇപ്പട്ടി ഇരിക്കുന്നത്. സോ ഐ ട്രാവൽ ഡെത്ത് ഓൾസോ. എനിക്ക് ഒന്നും അങ്ങനെ നമ്മളുടെ കാര്യങ്ങൾ അങ്ങനത്തെ ആ ഒരു ഫ്ലോയില് പറഞ്ഞു. എത്ര ദേഷ്യം വന്നേ, കാരണം ഞാൻ കണ്ടില്ലാത്ത ഒന്നുമല്ല. ബിക്കോസ് ഐ ഹാവ് എനിക്ക് എൻ്റെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് എല്ലാവർക്കും അറിയില്ലാത്തതാണ് വിചാരിക്കുന്നത്. പെട്ടെന്ന് ദേഷ്യം വന്ന ആളാണോ? നോട്ട്, ഐ വിൽ ഹാവ് ലൈക്ക് എക്സ്ട്രീം ലെവൽ അതുവരെ സഹിക്കും, പക്ഷെ അത് കഴിഞ്ഞ അപ്പുറത്തേക്കും സമ്മതിക്കില്ല. കാരണം ഇപ്പോൾ നിങ്ങൾ ബിഗ് ബോസിൻ്റെ പഴയ ലൈക്ക് പുതിയ പോട്ടൊക്കെ പറഞ്ഞ് ആൾക്കാർക്ക് ചോദിക്കില്ല, മനസ്സിലാവും എൻ്റെ സ്വഭാവം എങ്ങനെയാണ്. കാരണം പൂജ, സിബിൻ, സായി, പിന്നെ കുട്ടിയുടെ പേരെന്താ, നന്ദന, സോ എല്ലാവരും അഭിഷേക് ആരുടെ പേരെ കയറി കഴിഞ്ഞിട്ട് എല്ലാവരും സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ പോയിട്ട് വെള്ളം കൊടുത്ത് സംസാരിച്ച് ഞാൻ എന്താ കഴിച്ചിട്ടില്ല, ലഞ്ച് കഴിച്ച് ചോദിച്ചിട്ട് എല്ലാവരും നെറ്റി, ഈ ആളാണ്, എല്ലാവരും കൺഫ്യൂസ്ഡ്.
കാരണം എന്താ ഇയാൾ അങ്ങനെ ഇല്ലല്ലോ പോട്ടക്കാരന് ഭയങ്കര പുറത്ത് അഹങ്കാരത്തിന് വന്ന ഔട്ടിൽ ഭയങ്കര ദേഷ്യം, ദേഷ്യം. ജാനുമണി കരയണു, ജാനുമണി ദേഷ്യപ്പെടുന്നു, ജാനുമണി എൻ്റെ പ്രാവണു ആ സാധനമൊക്കെ. പക്ഷെ അകത്ത് വന്നപ്പോൾ അവരായിട്ട് ഏറ്റവും കൂടുതൽ കമ്പനി ആർന്നത് പൂജ, സിബിന്, സായ്, എല്ലാവരും അഭിഷേക് പ്രത്യേക എല്ലാവരും ബോണ്ടായിരുന്നു. ഭയങ്കര നന്ദനത്തെ ക്യാരക്ടർ എൻ്റെ ക്യാരക്ടർ ഓൾമോസ്റ്റ് സെയിം. നമ്മൾ രണ്ടുപേരും ഭയങ്കര സിങ്കായി. നന്ദന ചിരിച്ച് 24 മണിക്കൂർ ചിരിക്കും. പക്ഷെ എന്താ പറയുക അവിടെ പിന്നെ അവിടെ ഉണ്ടോ ആൾക്കാരുടെ കൂടുതൽ ഞാൻ ഭയങ്കര ക്ലോസ് ആയി ഋഷിയുടെ കൂടെ അൻസിബയുടെ കൂടെ. കൂടുതൽ വൈൽഡ് കാർഡിൽ വന്നവരായിട്ടാണോ നേരത്തെ അവിടെ ഉണ്ടായവരായിട്ടാണോ കുറച്ചുകൂടി ക്ലോസ്? നേരത്തെ അവിടെ ഉണ്ടാവുന്ന ആള് യമുന ചേച്ചിയുടെ കൂടെ ഞാൻ ഭയങ്കര ക്ലോസ് ആയി. യമുന ചേച്ചി ആ ടൈമിൽ യമുന ചേച്ചി, ഞാൻ, ഋഷി, അൻസിബ, നമ്മൾ 4 പേരാണ് ഗ്രൂപ്പ്. ഓക്കെ. സോ നമ്മൾ 4 പേര് എപ്പോഴും ലൈക്ക് ഇരിക്കും, ഞാൻ എല്ലാവരുടെ സ്റ്റോറി പറഞ്ഞു കൊടുക്കും. സോ ഞാൻ ലൈക്ക് വൺ പഞ്ചായത്തി, സോ ഐ കൻ ഗോ ടു എനി റൂം, ഐ കൻ സ്ലീപ് എവറിവെയർ. എല്ലാവരുടെ അടുത്തും സോ സംസാരിക്കുക. ആ വീട്ടിലെ ഒരു ലൈസൻസ് എനിക്ക് ഉണ്ട്, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ആർക്ക് പിഞ്ചും. എന്താ ലൈക്ക് ഇപ്പൊ എന്തോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അങ്ങനെ എന്തോ സംഭവം ഇങ്ങനെ ഐ പറഞ്ഞു. ഹാവ് അക്കാഡമി. What's that? എൻ്റെ ഒരു ഫാഷൻ അക്കാഡമിയാണ്. മേക്കപ്പ് Fashion മാത്രമല്ല, academy. മേക്കപ്പ്, ഹെയർ. ഇപ്പോൾ ക്ലാസ് ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞ് മേക്കപ്പും ഹെയറിന്റെ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞ് ഇപ്പോൾ സെക്കൻഡ് ബാച്ച് അഡ്മിഷനിൽ പോകുന്നുണ്ട്. പിന്നെ ബിഗ് ബോസിന് ശേഷം തുടങ്ങിയതാണോ അതോ അല്ല അതിന് മുമ്പേ? അതിന് മുന്നേ ഓക്കെ. സോ എന്താ അവിടെ ജാൻമണിയുടെ പ്രസൻസ് ഉണ്ടാവോ അതോ? ഞാനിപ്പോൾ എൻ്റെ പ്രസൻസ് ഉണ്ടോ? ഞാൻ ക്ലാസ് എടുക്കുന്നത് ഞാൻ മാത്രമല്ല, കുറേ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഷാങ്ക് ക്ലാസ് കൊടുത്ത്, സീസൺ ക്ലാസ് കൊടുത്ത്. കാരണം മോസ്റ്റ് ഓഫ് എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. പിന്നെ വികാസ് ഓരോ ടൈം കൊടുത്ത്. സോ അങ്ങനെ പോലെ കുറേ ആൾക്കാരുണ്ടോ വികാസ്. സോ വാട്ട് ഡു യു ഗൈസ് ഡു ലൈക്ക് അവിടെ? So, there is a 3-month course. So first month will give all like നമുക്ക് ഈ ആവശ്യകത ഉണ്ട് ബേസ്മെൻറ്റ്, നമ്മളെ തിയോറീസ് നമ്മൾ കൊടുക്കും. സെക്കൻഡ് മന്ത് നമ്മളെല്ലാം പ്രാക്ടിക്കൽസ് പഠിക്കുന്നത്. അത് എൻ്റെ പഠിക്കുന്ന രീതി വേറെ. സോ കുട്ടികൾ പോലെ ഫസ്റ്റ് ബാച്ചിൽ കുട്ടികൾ ഭയങ്കര കൺഫ്യൂസ്, എങ്ങനെ പഠിക്കാൻ പറ്റും. പക്ഷെ തേർഡ് മന്ത് വന്ന് കഴിഞ്ഞിട്ട് കുറച്ച് പ്രാക്ടിക്കൽ ചെയ്തിട്ട് ഫോട്ടോഷൂട്ട് ചെയ്ത് പോർട്ട്ഫോളിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ അപ്പം തന്നെ മനസ്സിലായി. ചേഞ്ച് മീൻസ് ഞാൻ എൻ്റെ കൂടുതൽ നല്ല മേക്കപ്പ് പഠിച്ച്. ഓക്കെ. അപ്പോൾ ആ ഒരു പ്രൊഫഷനിൽ ഭയങ്കര കോൺഫിഡന്റ് ആവുന്നത്. കാരണം ആ ഒരു പ്രൊഫഷണൽ ആവുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു, അതിലെത്തിപ്പിടിച്ചു, അങ്ങനെ വന്നു. നമുക്ക് എന്തായാലും ബിഗ് ബോസിലെ കുറച്ച് വിശേഷങ്ങളിലേക്കൊക്കെ വരാം. ഒരുപാട് പറയാണ്ടല്ലേ. പക്ഷെ എല്ലാവരും ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തു. മൂന്നെണ്ണം ഇത് നാലാമത്തെ ആണോ മൂന്നാമത്തെ ഇന്റർവ്യൂ അത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം നിലവിൽ ബിഗ് ബോസ് ഭയങ്കര കോൺട്രവേഴ്സി ആയിട്ടിരിക്കുക. ഭയങ്കര പ്രശ്നം. ചേച്ചി വന്നു കഴിഞ്ഞ് എനിക്ക് 42ാമത്തെ ദിവസത്തിൽ എന്തോ ചേച്ചി പുറത്തായി. കുറച്ച് ഒരു 3-4 ദിവസം മുമ്പ് 50ാമത്തെ ദിവസം കഴിഞ്ഞു. ഇപ്പം എന്തോ കറക്റ്റ് എത്ര ദിവസം എനിക്ക് ഇപ്പം അറിയില്ല, എന്നാലും 54 ഇൻക്ലൂഡിങ് ഹോളിഡേയ്സ് 48 days. ഓക്കെ. ഇപ്പൊ 48 days ആയോ? ഞാൻ പുറത്തേക്ക് വരുന്ന ദിവസം 48 ഡേയ്സിലാണ് ചേച്ചി പുറത്ത് വന്നത്. പക്ഷേ അത് എപ്പിസോഡ് വൈസ് നമുക്ക് 41 or 42. ഇപ്പൊ ലാസ്റ്റ് ലാലേട്ടൻ വന്നു 50 എപ്പിസോഡ് കഴിഞ്ഞ് പുറത്ത് ഒരു വലിയ പൊട്ടിത്തെറി സംഭവിച്ചു. പകത്തറിഞ്ഞ് ചേച്ചി ഇതൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പം എന്താ ഭയങ്കര, അതായത് ഇപ്പോൾ ഉള്ള ബിഗ് ബോസിനെ പറ്റി ഭയങ്കര കോൺട്രവേഴ്സി നടന്നിരുന്നു. അഖിൽമാരാർ വന്ന് വീഡിയോ ഇടുന്നു, സിബിൻ പുറത്തു വരുന്നു, സിബിനെ പറ്റി അഖിൽമാരാർ സംസാരിക്കുന്നു, അതുപോലെ തന്നെ റിനോഷ് വന്ന് സംസാരിക്കുന്നു, നമ്മുടെ നേരത്തെ സീസണിലുണ്ടായിരുന്ന അതുപോലെ തന്നെ സെറീന അഭിപ്രായം പറയുന്നു, ശോഭ അഭിപ്രായം പറയുന്നു. സോ ഈ ഒരു പ്രോബ്ലത്തിന് വാട്ട് ഡു ഹാവ് ടു സേ? ഞാൻ എൻ്റെ ഒരു കാര്യം, നമ്മളുടെ സീസണിൻ്റെ കാര്യങ്ങളും നമ്മളുടെ അഭിപ്രായങ്ങളും നമ്മൾ പറയുന്നത് നല്ലതാണ്. വേറെ ഒരു സീസണിൻ്റെ ആൾക്കാർ വന്നിട്ട് കാരണം ആ സീസണിലെ എക്സ്പീരിയൻസ് ഈ സീസണിലെ എക്സ്പീരിയൻസ് അതിൻ്റെ വ്യത്യാസമുണ്ടോ? ഡിഫറെൻ്റ് ആണ്. കാരണം ഇപ്പാണ് ഈ സീസണിൽ മാത്രം ഫസ്റ്റ് ടൈം പറഞ്ഞ പവർ റൂം, ബാക്കി എന്താ പറയുക ടീം വൈസ് ലൈക്ക് 4 റൂം ടോട്ടൽ 4 റൂം. ഈ സീസണിൽ വന്നപ്പോൾ ഗെയിം റൂൾസ് കുറേ മാറി. പവർ റൂമിൻ്റെ റൂൾസ് ഭയങ്കര ഡിഫറെൻറ്റ്. 4 റൂം ഭയങ്കര ദാരിദ്ര്യം, പിന്നെ പ്രശ്നങ്ങളും വച്ചിട്ടാണ് AC കടക്കും. സോ സഹിക്കണം. സോ പവർ റൂമിലാണ് മൊത്തം ലക്സറീസ്, നമ്മൾ ജോലി ചെയ്യണ്ട. പവർ വെച്ചിട്ട് നമ്മൾ ഓർഡർ ചെയ്യാം, പിന്നെ പവർ വെച്ചിട്ട് നമുക്ക് കുറേ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ പവർ റൂമിൽ താമസിക്കുന്ന ലൈക്ക് 1.5 മാസം 6 വീക്ക് ഞാൻ അവിടെ ഉണ്ടായി. 7 വീക്ക് സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ പുറത്തേക്ക് വന്നത്. സോ 6 വീക്കിൽ 5 വീക്ക് പവർ റൂമിൽ ഞാൻ മാത്രമേ ഉണ്ടായി. ഞാൻ ഒരു ആൾ സിംഗിൾ പേഴ്സൺ. സോ എനിക്ക് പവറും ഭയങ്കര ഇഷ്ടം. പക്ഷേ സ്പേസിയസ് എല്ലാവരും പറഞ്ഞു പവറും കിട്ടില്ല, ഒന്നും പ്രശ്നമില്ല. ഋഷി ഒരു ദിവസം പറഞ്ഞു പവർ കിട്ടില്ല സുഖമായിട്ട് ഇരിക്കൂ, അല്ലെങ്കിൽ ഞാൻ പ്രശ്നമാക്കും. കാരണം പവർ റൂമിൽ ഇല്ലാതെ ഒരു ഫ്രസ്ട്രേഷൻ, ദേഷ്യം ഉണ്ടായിരുന്നു. ദേഷ്യം ഉണ്ടോ മീൻസ്
പാവടിന്റെ ഭക്ഷണം വേറെ. ഓ ഭക്ഷണം കിട്ടാണ്ടാവുമ്പോൾ സൈക്കാവും, ആ. നമുക്ക് ദേഷ്യം വരും. നോർമൽ ഇപ്പൊ പോട്ടെ നമ്മളുടെ ഭക്ഷണം ലക്സറീസ് ബഡ്ജറ്റ് വന്നിട്ടുണ്ടെങ്കിൽ 1 വീക്ക് ഞാൻ ക്യാപ്റ്റൻഷിപ്പിലെ ഉണ്ടാവുന്ന വീക്കിൽ 400 റുപ്പീസ് മാത്രം ഉണ്ടായി ഉം, ഫോർ 18-19 പീപ്പിൾ. ഉം, സോ ആ 400 റുപ്പീസിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടാവാൻ പറ്റും? ഉം. ലൈക്ക് സം തക്കാളീസ് ആൻഡ് എന്താ പറഞ്ഞ ചോറ്, റൈസ്, ആട്ട, തക്കാളി ആൻഡ് മുട്ട. അങ്ങനെ ചെറിയ ചെറിയ ഫുഡുകൾ. നോ സോൾട്ട്. 1 വീക്ക് നോ സോൾട്ട്. ബിക്കോസ് ഈ ആൾക്കാർ ലൈക്ക് കുറേ ആൾക്കാർ ഉണ്ടല്ലോ, കുറേ അഭിപ്രായങ്ങളും പറയും, ലാലിതൻ വനത്തെ കാട്ടാക്കി കളയും പോയിന്റ്സ്. അല്ല, വാട്ട് ഡു ഹാവ് ടു സേ അബൌട്ട് ദി കോൺട്രവേഴ്സി? ഇപ്പൊ നടക്കുന്ന ഒരു കോൺട്രവേഴ്സിനെ പറ്റി എന്താ ഇപ്പൊ പറയാ? അതിന് പറഞ്ഞു ഇപ്പൊ ഈ ആ ഡിഫറൻസസ് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഉം. ഇപ്പൊ അഖിൽമാര് പറഞ്ഞ കാര്യങ്ങളും കുറെ അവന് പേരെ പറയില്ല. അവന് ഈ ഏഷ്യാനെറ്റിന്റെ വേണ്ടി ബിഗ് ബോസിന്റെ വേണ്ടി സംസാരിക്കുന്ന ടൈമിൽ അരെ യു ആർ വിന്നർ, നിങ്ങൾ ആ സ്ഥലത്തിൽ പോയിട്ട് വിൻ ചെയ്തിട്ട് ആ പൈസ പ്രൈസ് മണി നിങ്ങൾ യൂസ് അല്ല, ചെയ്തിട്ടുണ്ടല്ലോ. വിന്നർ ആയതാണ് പുള്ളിയുടെ ഒരു പ്രിവിലേജ് എങ്കിലും ഇതൊക്കെ പറയാനുള്ള ഒരു പ്രിവിലേജ്. ലൈക്ക് ഹീസ് ദി വിന്നർ. ആ ഒരു ഗെയിം കളിച്ച് ജയിച്ച So what? Who the hell is this? In front of me, I am a queen. ഓക്കെ, ബട്ട് അപ്പൊ പുള്ളിക്ക് ലൈക്ക് ഹീസ് ദി കിങ് എന്നുള്ളൊരു So he has that, so he can keep himself. No, when he is coming and talking about these things, shit things to that people, when he is using that women card to that for his making his content. So otherwise he has to show the proof. This person has done these things are going on. So when that person coming and talking to the like all over, then I'm also included. ഇൻ യുവർ ഒപ്പീനിയൻ ലൈക്ക് അഖിൽമാരായത് ലൈക്ക് ഫോർ ഹിസ് ഓൺ ഗെയിൻസിന് ചെയ്യുന്ന I think so. അങ്ങനെ തിങ്ക് ചെയ്യാനുള്ള കാരണം? Karan, because he didn't say anybody's name, he didn't give any അല്ല, proof. ലൈക്ക് അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇത് ഫസ്റ്റ് ആ ഒരു 50 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ സിബിൻ പുറത്തേക്ക് വന്നപ്പോൾ അഖിൽമാരൊരു ലൈവ് So വന്നിട്ട് സിവിന്റെ പറയുന്നുണ്ട്. കാര്യം എനിക്ക് ഒരു കാര്യം മനസ്സിലായിട്ടില്ല. വെൻ സിവിൻ കെയിം ഔട്ട്സൈഡ്, സിവിനിക്ക് ഇന്റർവ്യൂ ഉണ്ടാവും, സിവിനിക്ക് പറഞ്ഞ അഭിപ്രായങ്ങളും, സിവിനിക്ക് ഹീസ് എ ഇൻഡിപെൻഡന്റ് പേഴ്സൺ. സിവിൻ ചേട്ടൻ എന്റെ ഭയങ്കര ക്ലോസ് ആണ്. പൂജ സിവിൻ ചേട്ടൻ വിളിച്ചിരുന്നോ ഇത് കഴിഞ്ഞപ്പോൾ? സിബിൻ വിളിച്ചിരുന്നോ? വന്ന ദിവസം എന്താ സിബിൻ പറഞ്ഞു? ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ചേച്ചിയോട് പറഞ്ഞോ? ഒരിക്കലും ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു പ്രശ്നവും പറഞ്ഞിട്ടില്ല. ഒരു പ്രശ്നം എനിക്ക് പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ ആ രീതിയിലേക്ക് സംസാരിച്ചിട്ടില്ല. ഞാൻ സംസാരിച്ചിട്ടില്ല. സിവിൻ ചേട്ടനൊക്കെ ചോദിച്ചു, സിവിൻ ചേട്ടൻ എൻ്റെ പ്രശ്നം എന്താണ് പുറത്തേക്ക് വന്നത്? ബിക്കോസ് ഓരോ ആളിതെ സ്നേഹിക്കുന്ന ഒരു 2 ആൾ പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടില്ല, ആളും തകർന്നു പോവും. ആ വീട്ടിൽ അങ്ങനെയാണ്. കാരണം പുറത്തേക്ക് ഒരു കണക്ഷൻ ഇല്ല, നമ്മളുടെ ഫാമിലിയുടെ കൂടെ ഒരു കണക്ഷൻ ഇല്ല, നമ്മളുടെ പുറത്തേക്ക് ലോകത്തിലെ ഒരു ഫ്രണ്ട്സ് 10-20 പേരാണ് ലോകം. സോ ദാറ്റ് ഈസ് അവർ ഫാമിലി, ദാറ്റ് ഈസ് അവർ ലൈക്ക് എത്ര ഫൈറ്റിംഗ് ചെല്ലും 6-5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ മിണ്ടായി പറ്റിട്ടുള്ളൂ. പക്ഷേ സിവിൻ ചേട്ടൻ്റെ പ്രശ്നം, സിവിൻ ചേട്ടനിക്ക് എന്താ പണി കിട്ടിയിട്ടുണ്ടോ, സിവിൻ ചേട്ടൻ എന്താ ഫേസ് ചെയ്തിട്ടുണ്ടോ, അത് സിവിൻ ചേട്ടനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ആ ആള് പറഞ്ഞ് കഴിഞ്ഞിട്ട് ഇഫ് വി ക്യാൻ പുട്ട് നമ്മളുടെ അഭിപ്രായങ്ങൾ നമ്മൾ ആ ടൈമിൽ വെക്കാൻ പറ്റത്തുള്ളൂ. അതിന് മുന്നേ വന്നിട്ട് ശിവനിക്ക് അങ്ങനെ ചെയ്ത് കൊടുത്ത, ബിഗ് ബോസ് ഇങ്ങനെ ചെയ്ത് കൊടുത്ത, പിന്നെ നിങ്ങൾ പ്രൈസ് കിട്ടി, നിങ്ങളാണ് വിന്നർ അല്ലേ, പിന്നെ നിങ്ങളുടെ വേണ്ടി നമ്മളെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല, വാട്ട് അഖിൽമാരാർ ഈസ് സെയിങ് ദാറ്റ് സിബിൻ പറഞ്ഞു, അല്ലെങ്കിൽ വോയിസ് അയച്ചു, അല്ലെങ്കിൽ എന്താ സിബിൻ ഇങ്ങനെ സിബിന് ഡ്രഗ്സ് കൊടുത്തു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തു, അതുകൊണ്ട് കാരണം എന്താ പിന്നെ പുള്ളീനെ പ്രാന്തനാക്കി ചിത്രീകരിക്കാൻ നോക്കിയെന്നൊക്കെയാണ് അഖിൽമാരാർ പറയുന്ന ഒരു കാര്യം. ഫസ്റ്റ് തിങ്, അതിനെപ്പറ്റി ചേച്ചിയുടെ ഒരു ഇതിൽ ചേച്ചിനോട് നിങ്ങളോട് ആരോടും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ചേച്ചിയുടെ അഭിപ്രായം. പിന്നെ അത് കുറച്ചുകൂടി പറയേണ്ടത് സിബിൻ തന്നെയാണ്, അത് പുള്ളി ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല. അതെ കാരണം അത് ഇപ്പൊ അഖിൽമാരുടെ കൂടെ അല്ല, സിബിന്റെ കൂടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, വാട്ട് ഇഫ് ഇങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ സിബിൻ ഇങ്ങനെ പക്ഷെ ഞാൻ അവിടെ ഒരു ടോട്ടൽ എൻ്റെ ഹോളിഡേയ്സിന്റെ കൂടി ഞാൻ ടോട്ടൽ 48 ഡേയ്സ് ഞാൻ അവിടെ ഉണ്ട്. പക്ഷെ ആ സംഭവം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇതുവരെയായിട്ട്. അങ്ങനെ സംഭവം എക്സ്പീരിയൻസ് പറയുന്ന ഒരു കാര്യം ലൈക്ക് ഒരു അബ്യൂസോ അല്ലെങ്കിൽ ഒരു ഫേവറിസം ചിലപ്പോ ഉണ്ടാവും. പക്ഷെ ജാനുമണിയുടെ അഭിപ്രായത്തിൽ ആരുടെ അടുത്ത് ആ ഒരു ഫേവറിസം ഉള്ളത്? ഫേവറിസം നമ്മളെ ഉള്ളിലൊക്കെ ഉണ്ടോ? ഇപ്പൊ ഗബരി ജസ്മിനൊക്കെ കാണിക്കുന്ന ഫേവറിസം അവർക്ക് അടുത്തൊരു കാരണം നമുക്ക് പുറത്തേക്ക് ലോകത്തിലെ പുറത്തേക്ക് ആ വേൾഡ് ഡോറ് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. പിന്നെ സംടൈം ലാലിറ്റൻ ഡോണ്ട് റിയാക്ട് ഫോർ ജസ്മിന്, കാരണം ലാലിറ്റനൊക്കെ മനസ്സിലായി അവളെ പറഞ്ഞ കാര്യമില്ല. എനിക്ക് അതിൽ എത്ര മനസ്സിലായി, കാരണം ജസ്മിനൊക്കെ പറഞ്ഞ കാര്യമില്ല, ജസ്മിൻ അങ്ങനെയാണ്. സോ നമുക്ക് പറഞ്ഞ് കുറെ ടൈമിൽ ലാലിറ്റൻ പറഞ്ഞ് പറയും. ചിലപ്പോ ഇനിയിപ്പോ പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നുള്ളത് തോന്നൽ കാരണമായിരിക്കും ആരൊന്നും പറയാത്തതെന്നാണ് ജാനുമണി പറയുന്നത്. കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞ ലാലിറ്റനക്ക് മനസ്സിലാവില്ല, ഇരിക്കും ജാൻമണി, അത്രേ ഉള്ളൂ. ഐ എൻജോയ്ഡ് ഇറ്റ്. എനിക്ക് ആരുടെ കൂടെ ഒരു പേഴ്സണൽ പ്രശ്നമില്ല. ആ വീട്ടിൽ താമസിക്കുന്ന ടൈമിൽ നമ്മൾ ഫ്രസ്ട്രേഷൻ ആവും, ഓരോ ആള് ബാക്കിലെ കുട്ടി നൂറാതെ കൂടെ എനിക്ക് നല്ല വഴക്കം ഉണ്ടാവുന്ന ആളൊന്നൂടാ. പക്ഷേ നൂറായും ജാനുമണിയും ഒരു കാര്യത്തിൽ മാത്രം ഭയങ്കര
ഒത്തൊരുമ ഭയങ്കര ഇതായിരുന്നല്ലോ. മറ്റേ ലിപ്സ്റ്റിക്കിന്റെ കാര്യത്തിൽ മാത്രം നിങ്ങൾ രണ്ടുപേരും മാത്രം സെയിം സെയിം ബട്ട് ബാക്കി എല്ലാ കാര്യത്തിലും ഡിഫറെന്റ് ആയിരുന്നില്ല. ഡിഫറെൻ്റ് ആണ്. പക്ഷെ അവള് വെരി എന്താ പറയുക, ഇൻസെക്യൂരിറ്റി ഫീൽ അവൾക്ക് ഉണ്ടോ എപ്പോഴും. ഒരു എന്താ പറയുക, ഭയങ്കര ഇൻസെക്യൂർഡ് ആയിട്ടുള്ള ഒരു ആളാണ്. അത് ചിലപ്പോൾ ഞാൻ ഒരു ദിവസം പറഞ്ഞു, എനിക്ക് ചിലപ്പോൾ നിന്റെ ലൈഫിൽ എങ്ങനെ പ്രശ്നങ്ങളും ഉണ്ടാവും. ദാറ്റ് ഈസ് ദ റീസൺ വൈ യു ഫീൽ ഇൻസെക്യൂർഡ് ബിക്കോസ് ഓഫ് ദിസ് തിങ്സ്. ബട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ അങ്ങനെയല്ല. ഞാൻ ജസ്മിനൊക്കെ പറഞ്ഞു, ഞാൻ പറഞ്ഞു ജസ്മിൻ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക, കാരണം എനിക്ക് പ്രാന്ത് പിടിച്ചില്ല, ഞാൻ ഏതാ രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് പോലെ അറിയില്ല. അതാ കഴിഞ്ഞിട്ട് ജാസ്മിൻ ഗബ്ബടി എല്ലാവർക്കും ഞാൻ പറഞ്ഞു, പ്ലീസ് അവൾക്ക് മനസ്സിലാക്കി കൊടുത്ത്. എൻ്റെ മനസ്സിൽ ഒന്നുമില്ല. പൂജയുടെ ചിലപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യില്ല, പൂജക്ക് ചോദിക്കില്ല, മനസ്സിലാവും. പൂജ ലാസ്റ്റ് ഇന്നലെ രാത്രി പൂജ അനീസിക്ക പറഞ്ഞു കൊടുത്ത്, എൻ്റെ അസിസ്റ്റൻറ്റ് പയ്യന് പറഞ്ഞു കൊടുത്ത്, അവർ ആ വീട്ടിലെ ദേഷ്യം പറയും. കാരണം ജാൻമണി ഒന്നും മിണ്ടില്ല, ഒന്നും നോക്കില്ല, പക്ഷെ താളിലേക്ക് കയറി വന്നിട്ട് എല്ലാവരും ടാർഗറ്റ് ചെയ്യും. സോ അങ്ങനെയാണ് ഇപ്പോൾ അതിന് പറഞ്ഞ ആ വീട്ടിൽ താമസിക്കുന്ന ടൈമിൽ മനസ്സിലാവും. ഇപ്പോൾ സോവ, വക്കീൽമഴ എല്ലാവരും ഉണ്ടാവുന്ന ടൈമിൽ ആ ഗ്രൂപ്പിന്റെ ഇൻസൈഡിൽ എന്താണ് നടക്കുന്നത് ആ ഗ്രൂപ്പൊക്കെ മാത്രമല്ല. മൊത്തത്തിൽ ഇപ്പം എന്ന് വെച്ചാൽ ഒരു വ്യൂവേഴ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, പ്രേക്ഷകർ എല്ലാവരും ഒരു ബിഗ് ബോസ് സീസൺ 5 അത്ര ബിഗ് ബോസ് സീസൺ 6 വരുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം. ബിഗ് ബോസ് സീസൺ 7 വന്നിട്ടില്ല, ആൾക്കാർ പറയും ബിഗ് ബോസ് സീസൺ 6 പോലെ ബിഗ് ബോസ് സീസൺ 7 ഇല്ല. അങ്ങനെയുള്ളൊരു അഭിപ്രായത്തിനോട് എന്താണ് ജാനുമണിക്ക് എന്താ പറയാനുള്ളത്? കാരണം പ്രേക്ഷകർ എന്നാ കാണുന്നത്, കാരണം ഞാൻ 42 എപ്പിസോഡ് 48 ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് അത്ര നെഗറ്റീവായിട്ട് കാണിച്ചിട്ടുണ്ട്. ജാൻമണി ഇങ്ങനെ സ്ഥാപിക്കുന്നത്, ജാൻമണി ഇങ്ങനെ ഫൈറ്റിംഗ് ചെയ്യുന്നത്, ജാൻമണി നൂറൊക്കെ ഗച്ച് വെച്ച് സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ എവിക്ഷൻ ആയി കഴിഞ്ഞിട്ട് എൻ്റെ ആ സ്നേഹം കൂടി, ആൾക്കാർ ഭയങ്കര പോസിറ്റീവായിട്ട് മാറി. So that is the people, because when people think, people see the truth. So ആൾക്കാർ സത്യം കണ്ട് കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് മനസ്സിലാവും. അല്ല, ഒരു പക്ഷേ ഇനിയിപ്പോൾ ജാനുമണി ഇവിടെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഓരോ എപ്പിസോഡ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ലൈക്ക് യുവർ വേർഷൻ ഫുള്ളായിട്ട് വന്നിരുന്നു, അതായത് കട്ടഡായിട്ടുള്ള, ഇപ്പോൾ മേ ബി ജാനുമണിയുടെ നെഗറ്റീവ് സൈഡ് മാത്രമാണോ പുറത്ത് വന്നിട്ടുള്ളൂ, അതോ പോസിറ്റീവ് സൈഡ് അവർ കട്ട് ചെയ്ത് കളയും, അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ കുറേ കാര്യങ്ങളും കാണിച്ചിട്ടില്ല. അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു അഭിഷേക് ശ്രീകുമാറാന്ന് തോന്നുന്നു, ഇപ്പൊ എവിക്റ്റ് ആയത് അഭിഷേക് ശ്രീകുമാറല്ലേ, അഭിഷേക് കെ ആണ് എവിക്റ്റ് ആയത്. സോറി മാറിപ്പോയി. അഭിഷേക് കെ എവിക്റ്റ് ആയതിനു ശേഷം എന്താ പുള്ളി ഇട്ടൊരു സ്റ്റോറി ഉണ്ടായിരുന്നു ഇന്നലെ, അതായത് പുള്ളി ചെയ്ത കാര്യങ്ങൾ, അതായത് പുള്ളിയും അഭിഷേക് ശ്രീകുമാരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതുപോലെ തന്നെ പുള്ളി ചെയ്ത കുറേ കാര്യങ്ങൾ അവർ കട്ട് ചെയ്തു എന്ന് പറഞ്ഞ് പുള്ളി ഇന്നലെ സ്റ്റോറി ഇട്ടായിരുന്നു. പുള്ളിക്കാരി ഞാനൊരു കാര്യം പറയത്ത്, അഭിഷേക് ശ്രീകുമാർ ടോക്സിക് ആയിരുന്നു പറഞ്ഞ ആള് ഭയങ്കര പാവമാണ്. ഫസ്റ്റ് തിങ് അവളെ കാണിക്കുന്ന എനിക്ക് ഒരു ഇമോഷൻ ഇല്ല, എനിക്ക് ഒന്നുമില്ല. 2 ദിവസം ഞാൻ അപ്പത്തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് ടോക്കും ഇല്ല, ഇപ്പൊ സീക്കും ഇല്ല, നിങ്ങൾ ഈ പാവം മനുഷ്യൻ എന്താ നാടകം കാണിക്കുന്നത് ചോദിച്ചു. ബിക്കോസ് ഫസ്റ്റ് അഭിഷേക് കെയുടെ കൂടെ അവന്റെ ഫൈറ്റിംഗ് ആയി, അത് പുള്ളി സ്റ്റോറി ഇട്ടായിരുന്നു. ഫൈറ്റിംഗ് ആകുന്ന ടൈമിൽ ആള് നമ്മളെല്ലാവരും എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞു, അഭിഷേക് ശ്രീകുമാർ അത് നടക്കില്ല, ഈ വീട്ടിൽ അങ്ങനെ നടക്കില്ല പറഞ്ഞു. അതാ കഴിഞ്ഞിട്ട് എനിക്ക് നോമിനേറ്റ് ചെയ്ത്, ഓക്കെ ആയിക്കോട്ടെ, ഞാൻ കമ്മ്യൂണിറ്റി ജെൻഡർ കാർഡ് വെച്ചിട്ട് കളിക്കണം പറഞ്ഞിട്ട്. അതാ കഴിഞ്ഞിട്ട് അഭിഷേക് കെ വന്ന് അവിടെ മൊത്തം കമ്മ്യൂണിറ്റി കാർഡ് വെച്ചിട്ട് കളിക്കുന്നത്. പിന്നെ അവർ വന്നിട്ട് എനിക്ക് എലിയൻ ലാംഗ്വേജ് അവനെ എനിക്ക് കുട്ടി ടാർഗറ്റ് ചെയ്ത്. സോ അഭിഷേക് ശ്രീകുമാർ എന്നെ ടാർഗറ്റ് ചെയ്ത്. സോ അവർക്ക് മനസ്സിലായി ഞാൻ പൊട്ടും, എൻ്റെ സ്വഭാവം ഉള്ളിലേക്ക് അറിയില്ലല്ലോ ഫസ്റ്റ് ഡേ. സോ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താ ഞാൻ ഐ എം ലുക്കിംഗ് ലൈക്ക് എലിയൻ ഓർ വാട്ട്. അതാ കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു ഫൈറ്റിംഗ് ആയി. സോ ഫൈറ്റിംഗ് കഴിഞ്ഞിട്ട് നൈറ്റ് നമ്മളെ ഒരു ടീമിലായിപ്പോയി കഴിഞ്ഞിട്ട് ഞാൻ ജസ്മിനിക്ക് പറഞ്ഞു, ജസ്മിനെ കൂടിയിട്ട് എനിക്ക് ജസ്മിൻ പറഞ്ഞു ജാൻബ ഫൈറ്റ് ചെയ്യണ്ട. ഞാൻ പറഞ്ഞു ഞാൻ ഫൈറ്റ് ചെയ്യില്ല, പ്രോമിസ് ചെയ്യുന്നു, എനിക്ക് 2-3 ആൾ എൻ്റെ സ്നേഹത്തിലെ ആൾക്കാർ വേണം, നീ പുതിയ 2 ആൾ കൊടുത്തല്ലേ, പഴയ 2 ആൾ എനിക്ക് വേണം. ഞാൻ പറഞ്ഞു രിസിക്കും സെറന്യൊക്കെ എൻ്റെ റൂമിലേക്ക് കൊടുക്കുക, ഞാൻ ഈ 2 പേരുടെ കൂടെ ഞാൻ ഉണ്ടാവും. ഞാൻ പറഞ്ഞു നിന്റെ കൂടെ ഞാൻ ഫൈറ്റിംഗ് ചെയ്യില്ല, നീ പറഞ്ഞ പോലെ ഞാൻ ചെയ്ത് കൊള്ളാം, കാരണം ആ വീട്ടിൽ എന്നെ മാത്രം പിടിക്കാൻ പറ്റില്ലത്തെ, എങ്ങനെ പിടിക്കില്ല ഞാൻ അങ്ങനെ പോവും, ഇവിടെ ഓടിക്കില്ല ഞാൻ അങ്ങനെ ഓടും. സോ ഞാൻ കേൾക്കില്ല, എന്നെ ഇഷ്ടം പോലെ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ ജസ്മിൻ പറഞ്ഞു ഓക്കെ ജാൻബ ഡൺ. സോ നമ്മൾ 5 പേര് ആ റൂമിലായി. സോ ആയി കഴിഞ്ഞിട്ട് ഞാൻ പൂജാതെ കൂടെ അഭിഷേകിൻ്റെ കൂടെ രാത്രി സംസാരിച്ച ടൈമിൽ എനിക്ക് മനസ്സിലായി ദാറ്റ് ദിസ് ഗായ്
don't like certain people who is misusing any community. Yes, yes. So that is the reason he don't support. I said, you don't support, but don't talk about the community. അല്ല പുള്ളി ഒരിക്കലും കമ്മ്യൂണിറ്റിനെ പറ്റി പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. പുള്ളി പറഞ്ഞ certain people. കുറച്ച് ആൾക്കാർ ഈ കമ്മ്യൂണിറ്റിയൊക്കെ ചീത്ത ആക്കുന്നത്. സോ അതായത് നല്ല ആൾക്കാർ ഇത് പേര് ചീത്ത. പക്ഷെ ഇതിൻ്റെ അകത്തുള്ള പ്രോബ്ലം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഞാൻ ലൈക്ക് ആരെയും സൈഡ് എടുക്കുന്നില്ല. ഐ എം ഡൂയിങ് മൈ ജോബ്. ഞാൻ പറയുന്നത് ലൈക്ക് വ്യൂവേഴ്സിൻ്റെ സംശയം ഞാൻ ചോദിക്കുന്നത്. അഖിൽമാരാവ് പറഞ്ഞതും അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടർ റോബിൻ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ കട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പുറത്ത് വന്ന അഭിഷേക് കെ പറഞ്ഞു പുള്ളിയുടെ അഭിഷേക് ശ്രീകുമാറും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. ഇപ്പോൾ ജാനുമോണി അല്ല കാറ്റാക്കുന്ന കാര്യമുണ്ടോ? കാരണം ഒരു കമ്മ്യൂണിറ്റിയുടെ കാര്യം അതല്ല, അത് കട്ട് ചെയ്തൊന്നുമല്ല. നിങ്ങൾ തമ്മിൽ അതായത് ഇപ്പോൾ ജാനുമണിയായിട്ടൊരു പ്രശ്നം ഉണ്ടായി, ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടായി, നിങ്ങൾ നല്ല ഫ്രണ്ട്സായി. ഈ ഫ്രണ്ട്സ് ആയത് മാത്രം പുറത്തേക്ക് കാണിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ തമ്മിൽ എന്താ ഇടി ഉണ്ടാക്കിയതും അല്ലെങ്കിൽ കളിയാക്കിയതും ഒക്കെ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ആ സമയത്ത് വെറുതെ ജാസ്മിനാണെങ്കിൽ വെറുതെ ഇരിക്കുന്നതും ജാസ്മിൻ ഗബ്രീനെ നോക്കുന്നതും ഇവർ തമ്മിൽ സൈറ്റ് അടിച്ച് കാണിക്കുന്നതും ഇതൊക്കെ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ആയിട്ട് പോലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യം. അപ്പോൾ അവിടെ ഒരു ഫേവറിറ്റിസം അല്ലെങ്കിൽ ഒരു ഫേവറിസം വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ജാനുമണിക്ക് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? സംടൈംസ് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കാരണം ഞാൻ പുറകെ കണ്ടെത്തേക്കാൻ അവിടെ ഞാൻ നോക്കി ജസ്മിൻ്റെ അച്ഛനെ വിളിച്ച് പേഴ്സണലി. ആ ടൈമിൽ ചിലപ്പോൾ ലാലിട്ടന് ചോദിക്കുന്നുണ്ടായി. പക്ഷേ അതാ എല്ലാവർക്കും അറിയുന്നത് നമ്മളുടെ ഫ്രണ്ട്സ് ഫാമിലിയെ നമുക്ക് വിളിച്ചിട്ടില്ല. ജസ്മിൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു വലിയ കാര്യമാണ്. ഇഫ് ഇറ്റ്സ് അലൗഡിങ്, ബിഗ് ബോസ് ഇസ് അലൗഡിങ് ദാറ്റ്, ദെൻ ഇറ്റ്സ് we don't know why. അല്ല, ആ ഒരു കൺസിഡറേഷൻ എല്ലാ പാർട്ടിസിപ്പൻസിനും കിട്ടിയിട്ടുണ്ട്, വേറെ ആർക്കും കിട്ടിയിട്ടില്ല. ലൈക്ക് ഇപ്പോൾ തന്നെ അഖിൽമാരാർ പറഞ്ഞ വേറൊരു കാര്യം, ലൈക്ക് സിബിൻ്റെ അച്ഛൻ ലൈക്ക് ഹേർട്ട് എന്തോ റിലേറ്റഡ് പ്രോബ്ലം വന്നിട്ട് സിബിനെ വിളിക്കാനോ ഇതാക്കാനോ ഒന്നും ഒരു ചാൻസ് കൊടുത്തില്ല എന്ന് അഖിൽമാരാർ പറഞ്ഞു. വി ഡോണ്ട് നോ വാട്ട് ഈസ് ദ ട്രൂത്ത് ഇങ്ങനെ പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പോൾ ജാനുമണി ഇപ്പോൾ എവിക്റ്റ് ആയപ്പോൾ തന്നെ ജാനുമണിയുടെ പെർഫോമൻസിൽ ഇപ്പോൾ അഭിഷേകമായിട്ടുള്ളൊരു ഫൈറ്റ് കാണിച്ചപ്പോഴും ഇവരായിട്ടുള്ള ഒരു പീസ് മേക്കിംഗ് അല്ലെങ്കിൽ കോമ്പിനേഷൻ നമ്മൾ അഭിഷേക് വൺ പേഴ്സൺ ഐ ചേഞ്ച് ദാറ്റ് പേഴ്സൺ ആൾക്ക് ഞാൻ ചേഞ്ച് ആക്കി ഇങ്ങനെ. അതൊക്കെ വ്യൂവേഴ്സിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടനെ. അല്ല, കാണുന്നവർക്ക് ഞാൻ കൊള്ളാം ജാനുമണിയും അഭിഷേകും തമ്മിൽ അത് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആണ്. ഇപ്പം ഞാൻ അന്നിപ്പോൾ ജാനുമണിക്ക് വോട്ട് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതൊക്കെ കാണിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് മിസ്സായി പോയി. അതാ കാണിച്ചിട്ടില്ല. കാരണം ചിലപ്പോൾ എനിക്ക് അറിയത്തില്ല, ചിലപ്പോൾ അത് കമ്മ്യൂണിറ്റി ടോക്ക് വന്നിട്ട് ആണ് ചിലപ്പോൾ അത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ലാത്ത. കാരണം ബിഗ് ബോസ് കുറേ ടൈമിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഡോണ്ട് ടോക്ക് അബൌട്ട് കമ്മ്യൂണിറ്റി, ഒരു കമ്മ്യൂണിറ്റിയുടെ വേണ്ടി ഒരു ജെൻഡറിന് വേണ്ടി ഇവിടെ സംസാരിക്കാൻ പറ്റില്ല. ഇത് അഗേൻസ്റ്റ് ഓഫ് ബിഗ് ബോസ് റൂൾ ആൻഡ് റെഗുലേഷൻ. ചിലപ്പോൾ അതിൻ്റെ വേണ്ടിയാണ് ഈ കട്ട് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ മേ ബി വി ഡോണ്ട് നോ. ബിക്കോസ് ഒരു ബ്ലെയിം ചെയ്യുന്ന മുന്നേ നമുക്ക് ഇപ്പം പെട്ടെന്ന് ബിഗ് ബോസ് പറഞ്ഞ ബിഗ് ബോസ് ഇതാ കാണിച്ചിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതാ നമ്മൾ എന്തെങ്കിലും ഉണ്ടാവും ടെലികാസ്റ്റ്. കാരണം എൻ്റെ ലൈഫ് സ്റ്റോറി പറയുന്ന ടൈമിൽ എൻ്റെ എന്താ പറയുക ഹൈക്കോർട്ടിൽ എൻ്റെ സെറ്റിൽമെൻറ്റ് കേസ് ഉണ്ട് എൻ്റെ പാർട്ട്നേഴ്സിൻ്റെ കൂടെ. സോ എനിക്ക് എൻ്റെ പാർട്ട്നേഴ്സൊക്കെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ മുതൽ എനിക്ക് ആ സെറ്റിൽമെൻറ്റ് കേസ് ഹൈക്കോർട്ടിലുണ്ടോ. എൻ്റെ ലോയറാണ് നോക്കിയിരിക്കുന്നത്. ഞാൻ പിന്നെ ബിഗ് ബോസൊക്കെ പറഞ്ഞു കൊടുത്ത് ബിഗ് ബോസ് ആണ് ലോയറൊക്കെ വിളിച്ചിട്ട് മൊത്തം ഹൈക്കോർട്ടിൽ ആ സാധനം ഹാൻഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോർ മീ ഹി ഹാസ് ഡൺ വെരി ബിഗ് so many things. For I cannot say that he cannot do that, but certain things are there like we don't know that what is happening inside. ഇപ്പോൾ ജസ്മിനിക്ക് സീക്രട്ട് ലെറ്റർ കിട്ടി. അത് ജസ്മിന് എന്താ പറയുക ഈ ശരിക്കും സീക്രട്ട് ലെറ്റർ കിട്ടുന്ന ഇൻസിഡന്റ് ഒക്കെ ഉടനെ വന്ന് മാത്രം കണ്ട്. സോ ദാറ്റ് ടൈം nobody ask. സോ നമുക്ക് അറിയത്തില്ല. പക്ഷെ പുറത്തേക്ക് ആൾക്കാർ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ സോ യു പീപ്പിൾ ഹാവ് ടു ആസ്ക്. ഞാനിപ്പോൾ അഖിൽ മാരാരുടെ കാര്യം പറയുന്നത്, അഖിൽ മാരാർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഹീസ് എ വിന്നർ, ഹി ഹാസ് എ റൈറ്റ്സ് ടു ആസ്ക് ടു ദറ്റ് ബിഗ് ബോസ് ടീം why you people are doing this. You people are showing also outside. They are showing genuinely that അങ്ങനെ കിട്ടിയിട്ടുണ്ടോ. പക്ഷെ ഉള്ളിലേക്ക് നമുക്ക് അറിയത്തില്ല. ചിലപ്പോൾ ബിഗ് ബോസ് വിചാരിക്കുന്ന ഈ കാര്യങ്ങളും നമ്മൾ പുറത്തേക്ക് ഇടുന്നുണ്ടോ. ജനങ്ങൾ കണ്ടല്ലോ, ജനങ്ങൾ കണ്ടിട്ട് ഇരിക്കണല്ലേ. പക്ഷേ ഇഫ് ദേ വാണ്ട്സ് ടു ഹൈഡ് ദേ വിൽ ഹൈഡ് ഫ്രം they can cut that also. ഇപ്പോൾ സീക്രട്ട് ലെറ്റർ കിട്ടുന്നവണെങ്കിൽ അവർക്ക് ഹൈഡ് ചെയ്ത് കളയാറുന്നു. എന്നിട്ട് അവർ ഹൈഡ് ചെയ്ത് കളഞ്ഞില്ല എന്നാണ്. കളഞ്ഞില്ല. So they are showing it, no. രണ്ട് ഫേസും കാണിച്ചു. ഇപ്പോൾ ജാസ്മിന്റെ ആണെങ്കിലും രണ്ട് ഫേസും ഫെയർ പ്ലേ അല്ല ജാസ്മിൻ കളിക്കുന്നത്. മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. So ആ പബ്ലിക്ക് അത് മനസ്സിലാക്കണം. Public should decide. That is the reason they putting 24/7 also, no. ഇപ്പോൾ ബിഗ് ബോസ് ഫേവറിസം കാണിക്കണമെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഈ സാധനങ്ങളും കാട്ടക്കി കളയുമല്ലേ. കറക്റ്റ് അല്ലേ? ജസ്മിൻ അച്ഛനെ വിളിച്ച് ജസ്മിൻ അച്ഛനൊക്കെ ഒന്നും പറ്റത്തില്ല, അത് ബിഗ് ബോസ് കാട്ടക്കി കളയല്ലേ. പക്ഷെ ആ സാധനം നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും പുറത്തേക്ക് എന്താണ് നടക്കുന്നത്. പിന്നെ കളി മാറും.
അതിനാണ് നമുക്ക് മാത്രം ആ 19 ആൾക്കാരുടെ ഫേസിൽ മാത്രം അത് ഹൈഡാക്കി വെച്ച്, പക്ഷെ മൊത്തം ലോകത്തിലെ ആൾക്കാർക്ക് അറിയാമല്ലോ. സോ പബ്ലിക് ഷുഡ് ഡിസൈഡ്. കാരണം ബിഗ് ബോസ് ഫേവറിസം കാണിക്കണമെന്നുണ്ടെങ്കിൽ ജസ്മിൻ്റെ കുറേ കാര്യങ്ങളും ഈ കാല് പിടിച്ചിട്ട് നാഗം കാണിക്കുന്നത് ഈ കാര്യങ്ങൾ കടക്കി കളയാൻ പറ്റുമല്ലേ? ഇത് കാണിച്ചിട്ടില്ല, എല്ലാം കാണിച്ചു കൊടുത്തതുണ്ടോ? സോ പബ്ലിക് ഷുഡ് ഡിസൈഡ്. സോ നമുക്ക് ബിഗ് ബോസൊക്കെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം ആള് കാണിച്ചു കൊടുത്ത് കാരണം ആ ക്യാമറാസ് കാണിച്ചു കൊടുത്ത കാരണം മാത്രം നമ്മൾ കാണാൻ പറ്റിട്ടുണ്ടല്ലേ. ഇത്ര ടെമ്പർ ഭയങ്കര ദേഷ്യം വരുന്നുണ്ടെന്നുള്ള ഇത് ദേഷ്യമല്ല എൻ്റെ, ഞാൻ സംസാരിക്കുന്ന എത്ര ഹൈപ്പർ അഖിൽമാരാനെ കുറിച്ച് പറയുമ്പോൾ ഇതിന് മാത്രം ദേഷ്യം അല്ല. ഈ അൺനെസസറി ടോക്ക് എനിക്ക് ഇഷ്ടമില്ല. ഒരു പെണ്ണുങ്ങളൊക്കെ യൂസ് ചെയ്യും പറഞ്ഞിട്ട് പിന്നെ പെണ്ണുങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കാപ്പ് കിട്ടിയില്ലേ? അല്ല, നമ്മളിത് എന്താ വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം ഞാൻ നോക്കുകയാണെങ്കിലും ഒരു ഗേളാണെങ്കിലും ആരാണെങ്കിലും ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. ആരെയും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം അല്ല, യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് എങ്ങനെ പറയണ? നമ്മൾ രാത്രി സീക്രട്ട് റൂമിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് വന്ന് ആ രീതിയിലൊക്കെ പറയുന്നുണ്ടോ? അവനെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഹി സെഡ് ദാറ്റ് ഇതിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണമെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്. അതായത് മലയാളം സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉള്ള പോലെ തന്നെ ബിഗ് ബോസിലും കാസ്റ്റിംഗ് നമുക്ക് കൗച്ച്. ഞാൻ പോണ ടൈമിൽ എനിക്ക് അങ്ങനെ കാസ്റ്റിംഗ് കൗച്ച് ആരൊക്കെ കണ്ടിട്ടില്ല. അല്ല, അങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. ലൈക്ക് പുള്ളിക്ക് ചിലപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പുള്ളിനോട് അങ്ങനെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിക്ക് കുറെ പേരെ പറഞ്ഞിട്ടുണ്ടോ? പുള്ളിയുടെ കണ്ണ് ചെവിയിലെ പുള്ളി കണ്ടിട്ടുണ്ടോ? അതാ എനിക്ക് അറിയണം ഫസ്റ്റ്. പുള്ളി ആള് ആരാന്ന് പറയാൻ തയ്യാറാവുന്നില്ല. അതെന്താണ് അത്ര പേടിയുണ്ടെങ്കിൽ ഈ കാര്യം പറയുന്നത് എന്താണ് പുറത്തേക്ക് വന്നിട്ട് അവളുടെ താളിലൊക്കെ എൻ്റെ പ്രാന്ത് പിടിച്ചിട്ടിരിക്കുന്നത്? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞില്ല, ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർ ഈ പെണ്ണുങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ എത്ര ടോക്സിക് ആണ്. അവർക്ക് അഭിഷേക് ആസ് ടോക്സിക് പറയുന്നത്, പക്ഷെ അവൻ്റെ ഈ അഖിൽമാരുടെ നല്ലത് ആ പയ്യന്. അല്ല, പുള്ളി അഭിഷേക് എസ് ലൈക്ക് ഒരിക്കലും ടോക്സിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞില്ല. ലൈക്ക് ഞാൻ പറഞ്ഞതാ, കാരണം അഭിഷേക് ആസ് പോയി ആസ് എ ടോക്സിക് ഗായ്. സോ പക്ഷെ ആ പാവം ചക്കന്. സോ ഇപ്പോൾ പറയുന്ന കാരണം ഞാൻ ആളുടെ 2-3 പോയിന്റ് ഞാൻ ക്ലിയർ ആക്കണുണ്ട്. കൻ യു ടെൽ മീ ദാറ്റ് ലൈക്ക് വാട്ട് പോയിന്റ് ഹി ടാർഗറ്റ്? അഖിൽമാരാർ പറഞ്ഞ പോയിന്റ് ആണ്. അതെ, ഒന്ന് നമ്മൾ പറഞ്ഞ സിബിന്റെ പോയിന്റ് യു സെഡ് അബൌട്ട് ദാറ്റ് ഓൾറെഡി. പിന്നെ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്നാണ് പറയുന്നത്. വാട്ട് യു ഹാവ് ടു സേ അബൌട്ട് ദാറ്റ്? കാരണം ഈ ഒരു സീസണിലാണെങ്കിലും ഇതിന് മുമ്പ് കഴിഞ്ഞു പോയ സീസണിലാണെങ്കിലും സോ മെനി ഓഫ് യുവർ ഫ്രണ്ട്സ് വെർ ദർ. ഇപ്പോൾ രഞ്ജിനി ചേച്ചി നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ദിയാസന, പിന്നെ ശോഭ ചേച്ചി ഫ്രണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഈ സീസണിലുള്ളവരെല്ലാവരും ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ലൈക്ക് എന്താ ഈ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് പറയുമ്പോൾ ദിസ് ഇസ് നോട്ട് മൂവി. കാസ്റ്റിംഗ് കൗച്ച് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവന് ഏതാ രീതിയിലേക്ക് പോയിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല. ബിക്കോസ് ഐ നോ അഖിൽ മാരർ ആഫ്റ്റർ ബിഗ് ബോസ്. മൈ നെയിം ഐ മെയ്ഡ് ഇറ്റ് ലൈക്ക് ഫ്രം 2010. സോ എനിക്ക് കാസ്റ്റിംഗ് കൗച്ച് നടക്കുന്ന പരിപാടി sometime it is every industry everywhere it is there because of the film industry people are talking. അല്ല, എവറി ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ടെങ്കിൽ ബിഗ് ബോസിലും അത് നടക്കാൻ പാടില്ലേ? അല്ല, ഐ എം നോട്ട് സെയിങ് അബൌട്ട് ദിസ്. എവറിത്തിങ് ഇസ് ദെയർ. നെഗറ്റീവ് സൈഡ് പോസിറ്റീവ് സൈഡ് എല്ലാവർക്കും ഉണ്ടോ. പക്ഷേ ബിഗ് ബോസിൻ്റെ കാസ്റ്റിംഗ് കൗച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഈ പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് അറിയില്ലേ? നമ്മൾ ആ വീട്ടിലെ 19 ആൾക്കാർക്ക് ഈ ലോകത്തിൽ എന്തൊക്കെ നടക്കുന്നത്, സോൾട്ടില്ല ഉപ്പോ ഇല്ലാത്ത നമ്മൾ വാക്സിൻ കഴിച്ചിട്ട് അവർ ഫൈറ്റിംഗ് ചെയ്തിട്ട് ഇരിക്കുന്നത്. പിന്നെ ഇയാൾ പറഞ്ഞ് ഗേൾസൊക്കെ യൂസ് ചെയ്യുന്ന ആരൊക്കെ ഏതാ ഗേൾസൊക്കെ യൂസ് ചെയ്യുന്ന ആ പേര് ആരാ യൂസ് ചെയ്യുന്ന ആ പ്രൂഫ്? വെൻ യു ആർ ടോക്കിംഗ് സംതിങ്, my character is I'm very straightforward. If you are talking something about like okay, this person is using this person, if you have a proof, you keep your proof one side and you talk, tell the name. Why you are not talking blindly? ലോട്ടറി എല്ലാവർക്കും അധികം പറ്റും, പക്ഷെ പൈസ കിട്ടണ്ടേ? അഖിൽമാരാനെ ഇപ്പൊ നേരിട്ടുണ്ടെങ്കിൽ അഖിൽമാരാനോട് എന്ത് പറയും? ഞാൻ അടുത്ത് ചോദിക്കാം, എനിക്കൊന്നും പേടിയില്ല. Why should I have to scare? നേരിട്ട് കണ്ടതിന് എന്ത് പറയും പുള്ളി? ഞാൻ പറയും നിങ്ങൾ എന്താ അത് എന്താ വർത്താനം പറയാനേ? കാരണം ഇത് നമ്മളുടെ സീസണാണ്, അനുഭവിക്കുന്ന ആൾ നമ്മളാണ്. സോ നമ്മൾ സംസാരിക്കാം. ഇപ്പൊ സിബിൻ ചേട്ടൻ ഉണ്ടെങ്കിൽ സിബിൻ ചേട്ടൻ എൻ്റെ ഭയങ്കര ക്ലോസ് ആണ്, പൂജ എൻ്റെ ഭയങ്കര ക്ലോസ് ആണ്. പൂജ അനുഭവിക്കുന്ന കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടോ? അതിനാണ് ഞാൻ എയർപോർട്ടിൽ ഓടി. കാരണം കുട്ടി പൂജ എൻ്റെ ഭയങ്കര ക്ലോസ് ആണ്. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ ശോഭ എൻ്റെ ഭയങ്കര ക്ലോസ് ആണ്. ശോഭയ്ക്ക് എനിക്ക് 14 വർഷമായിട്ട് അറിയാം. സി ഈസ് മൈ ഫ്രണ്ട് ഫ്രം 14 years. രഞ്ജിനി ചേച്ചി ഫ്രം 14 years. എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ദിയാസാന 14 years ഫ്രണ്ട്സ്, ദിൽസ. സോ ഈ ആൾക്കാർ മൊത്തം കുറേ ആൾക്കാർക്ക് എനിക്കറിയാം. അപ്പോൾ ഈ അഖിൽമാരാർ പറഞ്ഞ കാര്യത്തിൽ ലൈക്ക് ഇവരെല്ലാവരും ലൈക്ക് പെണ്ണുങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ഉൾപ്പെടുന്നുണ്ട്. സ്ത്രീകൾ എന്താ ദോല? നമ്മൾ മനുഷ്യരില്ലേ, നമുക്ക് ഐ ഹാവ് മൈ ഓൺ ഐഡൻറ്റിറ്റി. ഐ നെവർ ഡിഡ് ദീസ് തിങ്സ്.
സോ യു ആർ സെയിങ് ദാറ്റ് യു ക്യാൻ ഡിഫെൻഡ് യുവർ സെൽഫ്, വേറെ ആരും ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ആവശ്യകത ഇല്ല. ബിക്കോസ് ഈ സീസണിൽ ഇങ്ങനെ നടക്കുന്നത് അങ്ങനെ നടക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ബിഗ് ബോസ് ഒരു ആൾക്ക് ഫേവറിസം കാണിച്ച്, ഓക്കെ, ജസ്മിനിക്ക് ഫേവറിസം കാണിച്ച്, ഗബ്രിക്ക് ഫേവറിസം കാണിച്ചിട്ടുണ്ടോ എങ്കിൽ ജസ്മിൻ ഗബ്രി ചെയ്യുന്ന കാര്യങ്ങളും ബിഗ് ബോസ് കാട്ടാക്കി കളഞ്ഞ പോരെ. That's ബിഗ് a ബോസ് point. ബിഗ് ബോസ് അതെല്ലാം ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തല്ലേ. കൊടുക്കുന്നുണ്ട്. ഉള്ളിലൊക്കെ മാത്രം നമുക്ക് മാത്രം അറിയത്തില്ല. സോ ഉള്ളിലൊക്കെ നടക്കുന്ന പരിപാടി പുറത്തൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഫേവറിസം എങ്ങനെ കാണിച്ചു, ബിഗ് ബോസ് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ, പിന്നെ സേവ് ആക്കുന്നുണ്ടോ? ദാറ്റ് ഈസ് ദ ഗെയിം. ലൈക്ക് വി ആർ സേവിങ് യു പീപ്പിൾ, ഇൻസൈഡ് വി തിങ്ക് ലൈക്ക് ഓക്കെ ബിഗ് ബോസ് ഈസ് സേവിങ് അല്ല, us. അതിൽ എനിക്ക് തോന്നുന്നു അഖിൽമാരാർ പറഞ്ഞു കുറച്ചുകൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ജാസ്മിനെ ഒരു പ്രോബ്ലം വന്നപ്പോൾ, അതായത് സിബിൻ ഒരുപാടായിട്ട് ജാസ്മിനെ ടാർഗറ്റ് ചെയ്തു. ആ ഒരു സമയത്ത് ഇവൻ ലാലേട്ടനാണെങ്കിൽ പോലും വന്നിട്ട് എന്താ ജാസ്മിനെ ചീറപ്പ് ചെയ്തു. ഇല്ല അല്ല, ജസ്മിനിക്ക് ചീറപ്പ് മാത്രം ചെയ്തൊരു CRF ചെയ്തില്ല. ബിക്കോസ് അതായത് നോർമൽ എപ്പിസോഡിൽ ഞാൻ ഉണ്ടായി. ചേച്ചി ഉള്ള ആ, എപ്പിസോഡ് കാരണം അത് ആ പ്രശ്നം തുടങ്ങിയ എന്റെ കാരണം. ജാസ്മിനെ വൈ ദിസ് പ്രോബ്ലം കം ബിക്കോസ് അർജുന് ആ വീഡിയോയിലുണ്ടോ മോർണിംഗ് നമ്മളെല്ലാവരും ഡ്രസ് ചേഞ്ച് ആക്കി നമുക്കൊരു പബ്ലിക്ക് കൊടുത്ത നല്ല പവർ ടീം ഡ്രസ് ചേഞ്ച് ആക്കുന്ന വേണ്ടി പറഞ്ഞ് നമ്മൾ ബ്ലാക്ക് ഡ്രസ് ഇട്ടിട്ട് പുറത്തേക്ക് വന്നിട്ട് എല്ലാവരും റെഡിയായി നമുക്കൊരു ഷോയുടെ പോലെ നമുക്ക് വാക്ക് ചെയ്യാം എല്ലാവരും മുന്നേ. സോ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു ഫാഷൻ ഷോ നമുക്ക് അടിക്കാം. നമ്മൾ പവർ ടീമിൻ്റെ ആ സ്റ്റിക്ക് വച്ചിട്ട് എല്ലാവരും ഋഷി റെഡിയായി, സന്യത്ത് റെഡിയായി. ഞാൻ ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വേണ്ടി ഞാൻ എന്തെങ്കിലും കഴിക്കുന്നത്, പിന്നെ നമുക്ക് സ്റ്റാർട്ട് ആക്കാം. പിന്നെ അപ്സര കിച്ചണിലെ ക്ലീനിങ് ചെയ്തിട്ടിരിക്കുന്നത് ഞാൻ മൊത്തം ആ ടൈമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കാം. അപ്സര കിച്ചണിലെ ക്ലീനിങ് ചെയ്തിട്ട് അപ്സര പറഞ്ഞു ജാൻചിച്ച് എനിക്ക് 10 മിനിറ്റ് വേണം. ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ മോളെ. പിന്നെ ഞാനൊരു സിഗരറ്റ് വിളിക്കുന്ന വേണ്ടി ഞാൻ ജിൻറ്റി ചേട്ടനൊക്കെ വിളിക്കുന്ന പോയി. ജിൻറ്റി ചേട്ടൻ പറഞ്ഞ പൂരി ഉണ്ടോ കഴിക്കുക പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ജിൻറ്റി ചേട്ടൻ ഞാൻ കഴിക്കാം. ഞാൻ 2 പൂരി കഴിച്ചിട്ട് അർജുന് ജിൻറ്റി ചേട്ടനൊക്കെ പറഞ്ഞ് പൂരി വേണം ചോദിച്ച്. അർജുൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. പൂരി വേണം ചോദിച്ച്. സർ ജിൻറ്റി ചേട്ടൻ പറഞ്ഞു ഇതോ എത്ര കഴിച്ചതോ 8 പൂരി കഴിച്ചു. ഞാൻ അപ്പം തന്നെ നോക്കി, ഞാൻ പറഞ്ഞ 4 ആൾക്കാരുടെ ഭക്ഷണം ഒറ്റയ്ക്ക് കഴിച്ചോ. സോ അങ്ങനെ പറഞ്ഞിട്ട് അവന് പറഞ്ഞ ഓരോ പൂരി കഴിക്കട്ടെ 9 ആയി പോകും. അപ്പം തന്നെ അവൻ്റെ കണ്ണ് ഇങ്ങനെ കാണിച്ചു അവന് ക്യാമറയിൽ ഹൈറ്റ് ചെയ്തിട്ട്. നോർമൽ ടോക്ക് ഉണ്ടെങ്കിൽ നോർമലി പറഞ്ഞ് ഒരെണ്ണം എടുക്കുക 2 എടുക്കുക ജിൻറ്റി ചേട്ടാ കഴിക്കുക 10 ആക്കിയാൽ 9 ആക്കി. അവനെ കറക്റ്റ് 9 ആയി പോവും പറഞ്ഞ് ആ വാക്ക് അവൻ്റെ വാക്ക് ചേച്ചിനെ ടാർഗറ്റ് ചെയ്തിട്ട് എന്നെ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ. കാരണം എൻ്റെ വേണ്ടി അവനെ കുറെ കുറ്റങ്ങളെ പറഞ്ഞത് ജനങ്ങളെ കണ്ടിട്ടുണ്ടോ എൻ്റെ ബാക്കിൽ. കാരണം അവൻ്റെ ഫസ്റ്റ് ഷോയിൽ അവൻ്റെ ലൈഫിലെ ദാലുടെ ഷോയിൽ ഞാനുണ്ടായി. സോ നമുക്കറിയാം ഒരു മോഡൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന കരിയർ. നമുക്ക് മാഡം പറഞ്ഞിട്ട് നമ്മൾക്ക് സംസാരിക്കുന്ന ഒരു ആള് ജാനു അപ്പം തന്നെ നമ്മൾ ഒരു ക്ലോസ് ആയി ഫ്രണ്ട്സ് ആയി പിന്നെ നല്ല രീതിയിലേക്ക് ഒരു നമ്മളുടെ റിലേഷൻ പോയി കഴിഞ്ഞിട്ട് ആ ആള് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞിട്ട് വേറെ ഒരു മുഖം കാണിച്ചില്ല ഒബിയസ്ലി നമുക്ക് ദേഷ്യം വരത്തുള്ളൂ. അപ്പം തന്നെ ഞാൻ ഫ്രണ്ട്ഷിപ്പ് കട്ടക്കി. അർജുൻ ഡബിൾ ഗെയിം ആണെങ്കിൽ അല്ലെങ്കിൽ ഡബിൾ ഫേസ് ഉള്ള ആളാണ്. കാരണം ജിൻറ്റു ചേട്ടൻ്റെ ആ രശ്മിൻ്റെ ജിൻറ്റു ചേട്ടൻ്റെ ഫൈറ്റിംഗ് ടൈമിൽ ചളികള് കൊടുത്തല്ലേ, മുട്ട ചല്ലി കൊടുത്തല്ലേ, അതാളെ പഠിപ്പിച്ച് അത് അർജുനാണ് രശ്മിനിക്ക് പഠിപ്പിച്ചത്. സോ അങ്ങനെ ലോക്കൽ കാര്യങ്ങൾ ഡബിൾ ഗെയിം കളിക്കുന്ന ഡബിൾ ഗെയിം ഫേക്ക് ഫേസ് ആണ്. ഭയങ്കര ഫേക്ക് ഫേസ്. രശ്മിൻ അർജുൻ നൂറ ഈ ആൾക്കാർ ഇപ്പൊ നൂറാതെ കാര്യം പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, നീ മീഡിയയുടെ മുന്നേ പോയിട്ട് ഞാൻ കീഴും ആവശ്യമായിട്ട് ഉണ്ടായിട്ടില്ല. കാരണം നൂറാതെ എക്സ് ഹസ്ബൻഡ് വന്നിട്ട് കുറെ ആൾക്കാർ കുറെ കാര്യങ്ങളും ഞാൻ പുറത്തേക്ക് ജാനുമണി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലേ ജനങ്ങള്. അതിന് പറഞ്ഞു ഞാൻ ഉള്ളിലേക്ക് എനിക്ക് അറിയില്ലാത്ത തന്നെ ഞാൻ വിശ്വസിച്ച് എനിക്ക് മാത്രം അറിയാം, പുറത്തേക്ക് മൊത്തം ജനങ്ങൾക്ക് അറിയാം. അപ്പോൾ ബാക്ക് ടു ടോപ്പിക് നമ്മൾ പറഞ്ഞു വന്ന് ലൈക്ക് അപ്പോൾ ജാസ്മിൻ അങ്ങനെ എന്താ ലാലേട്ടൻ ഒന്ന് ഫേവർ ചെയ്തിട്ട് സിബിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ ലൈക്ക് ഈവൻ ലാലേട്ടനാണെങ്കിൽ പോലും വന്ന് സിബിനെ കുറേ ഫയർ ചെയ്തൊരു സംഭവം ഉണ്ടായി. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവണം എന്നാണ് പുള്ളി പറഞ്ഞു വന്നത്. അതിന് പറഞ്ഞ സിബിനിക്ക് ദാറ്റ് ഈസ് ലൈക്ക് ഇറ്റ്സ് എ മിസ്റ്റീരിയസ് തിങ്. കാരണം ആ ഫൈറ്റ് ഞാൻ അതാ പറഞ്ഞത്. ഈ മുമ്പ് പറഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നോമിനേഷനിൽ പോയി. നോമിനേഷൻ കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവർക്കും പറഞ്ഞ് നിങ്ങൾ ജസ്റ്റ് 5 മിനിറ്റ് എനിക്ക് തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ് എല്ലാവർക്കും ഞാൻ കാലിൽ കൈ പിടിച്ച ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ആരൊക്കെ ഒന്ന് ചോദിക്കണ്ട, ഈ നമ്പർ മലയാളത്തിൽ എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഈ 9 പറഞ്ഞല്ലേ, ഈ നമ്പർ എല്ലാവർക്കും അറിയാം. ആരാ പറഞ്ഞത് ഞാൻ പറയില്ല, കാരണം ഇത് ഒരു വേറെ കോണ്ടന്റ് ആയിട്ട് പോകും എനിക്കറിയാം. കാരണം എല്ലാവരും അങ്ങനെ ഇങ്ങനെ ഫൈറ്റിംഗ് ചെയ്യുമ്പോൾ ആ പയ്യൻ്റെ ജീവിതം കളഞ്ഞൊക്കെ കൊടുക്കും. പക്ഷേ ഞാൻ വിശ്വസിച്ച് അത് കാണിക്കില്ല പുറത്തേക്ക്. പക്ഷെ ഓൾറെഡി ഇതാ പുറത്തേക്ക് പറഞ്ഞു പോയിട്ടുണ്ടോ. അതിനാണ് ഞാൻ ഈ ടോപ്പിക് ഇവിടെ സംസാരിച്ചത്. അവനെ അങ്ങനെ സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞു പ്ലീസ് ഡോണ്ട് ടോക്ക് അബൌട്ട് ദിസ്, നെവർ ടോക്ക്. അപ്പം തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് കമ്മ്യൂണിറ്റിയുടെ ബന്ധപ്പെട്ട ഒന്നും വാക്ക് നിങ്ങൾ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ വാക്ക്
പിന്നെ അപ്പം തന്നെ ജസ്മിന് നൂറോ പേരെ പറഞ്ഞിട്ട് എൻ്റെ ബാക്കിലോട്ട് ഞാൻ ഇറങ്ങി ഞാൻ പവർ റൂമിലേക്ക് കയറി. കാരണം ഈ ആൾക്കാർ പവർ റൂമിൽ കയറാൻ പറ്റില്ലല്ലോ. പവർ റൂമിൽ കയറി വന്നിട്ട് പിന്നെ സിബിൻ ചേട്ടന് അപ്പം തന്നെ സിബിൻ ചേട്ടൻ ജസ്മിൻ്റെ കൂടെ കയറി. നീ എന്താണ് സംസാരിക്കുന്നത്, അവളുടെ ടോപ്പിക് അല്ലേ. ജാസ്മിന് സിബിൻ ചേട്ടൻ ഇപ്പോൾ സിബിൻ ചേട്ടൻ ഫ്രസ്ട്രേഷൻ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ സിബിൻ ചേട്ടൻ ഇങ്ങനെ കാണിച്ചിട്ടില്ല. These things Sibin Chetan didn't show. Sibin Chetan show like this. ലൈക്ക് വാട്ട് ഡിഡ് എന്താ സിബിൻ കാണിച്ചത് എന്താ ആക്ച്വലി? സിബിൻ ഇങ്ങനെ കാണിച്ചിട്ടില്ല. എങ്ങനെ കാണിച്ചിട്ടില്ല? ഫക്ക് കാണിച്ചിട്ടില്ല. That's why I asked Sibin, did you show like this to her face? No. No. ആ പെൺകുട്ടി അപ്പുറത്തെ കോർണറിലിരിക്കണേ, സിബിൻ ചേട്ടൻ ഇപ്പോഴത്തെ കോർണറിലിരിക്കണേ. സിബിൻ ചേട്ടൻ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ അടിച്ച്. കാരണം അത്ര ജസ്മിന്റെ നാക്ക് നിങ്ങളൊക്കെ അറിയത്തില്ല. ആ വീട്ടിലെ നൂറ ജസ്മിന്റെ നാക്ക് പറഞ്ഞില്ല. ഒരു രക്ഷയില്ല, സഹിക്കാൻ പറ്റില്ല. It's really ഐസ് റോളിങ്. സോ അങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യം പിടിക്കില്ലേ ജാസ്മിൻ. അങ്ങനെ അത് എന്റെ ടോപ്പിക്, അതൊക്കെ എന്റെ ബിഗ് ബോസ് അല്ല ഞാൻ സംശയം ചോദിച്ചിട്ടെ, അപ്പൊ ലൈക്ക് സിബിൻ സെക്സ്വൽ ആയിട്ടുള്ള ഒരു ആക്ഷനും കാണിച്ചിട്ടില്ല. അതിന്റെ കൂടുതൽ അർജുന് യമുന ചേച്ചിക്ക് കാണിച്ചിട്ടുണ്ടല്ലോ. കാണിച്ചിട്ടുണ്ട്. അർജുൻ ഇതിൽ കൂടുതൽ ആക്ഷൻസ് അപ്പൊ ലൈക്ക് അന്ന് അത്രയും വൈ ഓൺലി സിബിൻ, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. സോ അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് അല്ല അത് തന്നെയാണല്ലോ അഖിൽമാരും ചോദിക്കുന്നത്. പക്ഷെ അഖിൽമാരെ അതാ മാത്രം അല്ലല്ലോ. അവന് പെണ്ണുങ്ങൾക്ക് യൂസ് ചെയ്ത് നമുക്ക് കസ്റ്റിംഗ് കൗച്ചിൽ പോയിട്ട് കിടക്കുന്ന പരിപാടി പറഞ്ഞിട്ടുണ്ടല്ലേ നോർമൽ മലയാളം. അല്ല ഇപ്പൊ അഖിൽമാരാർ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് സിബിന്റെ കാര്യം. അപ്പൊ ലൈക്ക് നമ്മളാണെങ്കിൽ ഇപ്പൊ സംസാരിച്ചിട്ട് ചേച്ചി പറഞ്ഞു വന്നതും പുള്ളി പറഞ്ഞു വന്നതും ലൈക്ക് സെയിം തിങ് തന്നെയാണ്. അതായത് ചിലപ്പോൾ ചേച്ചിക്കും സിബിന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടും ആ ഒരു സ്നേഹം തന്നെ ഈ അഖിൽമാരാറിനുള്ളതുകൊണ്ടും പറഞ്ഞേക്കാം. സെക്കൻഡ് തിങ് അബൌട്ട് വുമൺ, അത് അതിനാണ് ചേച്ചി എതിര്. സിബിനെ കുറിച്ച് പറഞ്ഞതിൽ ചേച്ചി എതിരല്ല. ബിക്കോസ് അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ സിബിന്റെ വേണ്ടി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഉള്ളിലൊക്കെ ഇപ്പൊ ഡ്രഗ്സ് കൊടുക്കുന്ന അത് എനിക്ക് പറഞ്ഞിട്ടില്ല സിബിൻ ചേട്ടൻ. സോ അതാ എനിക്ക് അറിയത്തില്ല. പക്ഷെ നമ്മള് പറഞ്ഞ ഇപ്പൊ പാടുന്നത് ഇറങ്ങി പോയിക്കോ പറയുന്നത് ആ റിയാക്ഷന് അപ്പൊ തന്നെ ഋഷി അതാ റിയാക്ട് ആക്കി. ലാലിതൻ ഇതിന്റെ കൂടുതൽ ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ ലാലിതൻ ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ട് അതാണ് പ്രശ്നം. നമ്മൾ അവിടെ എന്തെങ്കിലും ലാലിതനക്ക് സോറി ചോദിക്കുന്ന ടൈമിൽ, കാരണം ഞാൻ ലാലിതനക്ക് സോറി പറഞ്ഞിട്ട് എല്ലാവർക്കും ദേഷ്യം. പക്ഷെ ഞാൻ ആ ടൈമിൽ ഞാൻ ശ്രാപ്പിച്ച് അതാണ് ഞാൻ സോറി പറയുന്നത്. എനിക്ക് ആവശ്യകത ഇല്ല. കാരണം ആ പെണ്ണ് എനിക്ക് എത്രക്കുളം കൊടുത്തിട്ടുണ്ടോ, രണ്ട് അർജുനും നൂറാവും എനിക്ക് അത്ര തന്നിട്ടുണ്ട് എൻ്റെ മനസ്സിൽ. പിന്നെ ആ ടൈമിൽ ഞാൻ തേടി വിളിക്കാൻ പറ്റില്ലാത്ത, എനിക്ക് ദേഷ്യം കാണിക്കാൻ പറ്റില്ലാത്ത, ഞാൻ അതാ നേരത്തെ ഫേസിലെ പോയിട്ട് പറയുന്നതാണ് എനിക്ക് എങ്ങനെ ആവട്ടെ, നിങ്ങൾക്ക് എങ്ങനെ ആവട്ടെ. അതാ ഞാൻ സ്വന്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അയ്യോ കിട്ടത്തെ ഇപ്പൊ പറഞ്ഞില്ല, ചിലപ്പോൾ ആ ടൈമിൽ വിഷം ടൈമിൽ നമുക്ക് കൂടി പോകും, എക്സ്പ്രഷൻ അങ്ങനെ പോവും അല്ലേ, കാര്യമല്ലേ. സോ അതന്നെ ഇപ്പൊ അഖിൽമാരുടെ കൂടെ അഖിൽമാരെ സിവിന്റെ ഫോറെ സംസാരിക്കുന്ന ഉണ്ടെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ അഖിൽമാരെ പറഞ്ഞ രണ്ടാമത്തെ വാക്ക് പെണ്ണുങ്ങൾക്ക് കച്ചിങ് കൗച്ച് യൂസ് ചെയ്യുന്ന ടൈമിൽ മീൻസ് അതാ വാട്ട് ഈസ് ദാറ്റ്, ഇഫ് യു ഹാവ് എ പ്രൂഫ് യു ക്യാൻ ഷോ ദാറ്റ് ക്ലിയർലി. ഈ പെണ്ണുങ്ങൾ പറഞ്ഞില്ല, നമ്മൾ ലൈനിൽ പറഞ്ഞല്ലേ. ഇപ്പൊ യുവർ ബെസ്റ്റ് ഫ്രണ്ട് ദിയ ചേച്ചി പുള്ളിക്കാരി അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തായിരുന്നു. അതിനെപ്പറ്റി പിന്നെ വീണ്ടും അഖിൽ റിയാക്ട് ചെയ്തു, ശോഭ ചേച്ചി റിയാക്ട് ചെയ്തു. അപ്പം എന്താ വെച്ചാൽ നിങ്ങൾക്കുള്ളൊരു അതിലുള്ള അത് കേട്ടപ്പോൾ ഒരു വിഷമമായിരിക്കാം. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഞങ്ങളെയും ജനറലൈസ് ചെയ്യാം. അതായത് പിന്നെ ഞങ്ങൾ പോയത് ആ ഒരു സങ്കടം കാരണമാണോ ഈ ഒരു റിയാക്ഷൻ ഇങ്ങനെ വരുന്നത്? He cannot like when he is talking like that he has to put particular person name. If you have proof you show it. When you generally you talk, so generally means നമ്മളെ എല്ലാവരും ക്യാരക്ടർലെസ് ആയി പോയല്ലേ. എനിക്ക് എസിയന്റെ കൂടെ ഒരു 14 വർഷം റിലേഷൻ, എനിക്ക് അങ്ങനെ ബാഡ് ഒന്നും ആയിട്ടില്ല. ഇപ്പം എന്നെ പോലുള്ള വ്യൂവേഴ്സ് അല്ലെങ്കിൽ ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പം എന്നെ ബിഗ് ബോസ് വിളിച്ചാൽ ചിലപ്പോൾ ഞാനും പോവും. ഞാൻ ഇത് കാണുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ഇത് കാണുന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് കുറേ പേർക്ക് ഈ നമ്മൾ ബിഗ് ബോസ് കണ്ടതും പിന്നെ കുറച്ചൊക്കെ ഈ അഖിൽമാരാർ പറഞ്ഞതും ഇപ്പോൾ ചേച്ചി പറയുന്നതും ഇങ്ങനെയുള്ളവർ പറയുന്നതൊക്കെ നമുക്കറിയത്തുള്ളൂ. ശരിക്കും ഈ ഏഷ്യാനെറ്റിൻ്റെ ആ ഒരു ടീം അല്ലെങ്കിൽ ബിഗ് ബോസ് നടത്തുന്ന ടീം അവർ എങ്ങനെ ലൈക്ക് ഹൗ ആർ ദേ, അവരെങ്ങനത്തെ ആൾക്കാരാ, എന്ത് ടൈപ്പ് ആൾക്കാരാ അവർ? It's like the Big Boss team has like one team who is handling from Bombay. Like Endemol അവരാണോ? These people are handling, right? It's like Hindi, everything is there. So they from head office they have to give the confirmation. എന്ത് ചെയ്യണമെങ്കിലും എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ക്വാളിറ്റീസ്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ മൊത്തം they know my all whole details.
എൻ്റെ അമ്മ അച്ഛൻ എൻ്റെ ഫാമിലി എൻ്റെ അച്ഛൻ്റെ അമ്മാവൻ 92 to 97 ചീഫ് മിനിസ്റ്റർ ഉണ്ടായി അസ്സാമിലെ. ഉം. സോ അത്ര ഡീറ്റെയിൽസ് പോലെ അറിയാം. ഉം. മൈ സിസ്റ്റർ ഇസ് ദ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇൻ ബോംബെ. അവളുടെ പേരെ പോലെ അറിയാം. ഉം. സോ അങ്ങനെയാണ് ഡീറ്റെയിൽസ് എഡിറ്റ് ആ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് ആ കമ്മ്യൂണിറ്റി. കാരണം കുറേ ആൾക്കാർ ഇത് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് മാത്രം ഓരോ ആൾക്ക് സെലക്ട് ചെയ്യുന്നുണ്ടോ. ഉം. എനിക്ക് വിളിച്ചിട്ട് അത് സർപ്രൈസിംഗ്ലി എനിക്ക് പറഞ്ഞു കൊടുത്ത് താനും നാളെ മുതൽ ഒന്നും വർക്ക് എടുക്കണ്ട, ഉം. നമ്മൾ അത്ര ഡേറ്റിൽ പോവും. എങ്ങനെയാണ് പേയ്മെൻറ്റിൻ്റെ കാര്യം നമ്മൾ 100 ദിവസത്തേക്ക് പോകാന്ന് പറഞ്ഞാണ് വിളിച്ചേ. ഏ? 100 ദിവസത്തേക്ക് പോകാന്ന് പറഞ്ഞാണ് വിളിച്ചേ. ഉണ്ടോ എൻ്റെ ഡേറ്റ് ഒരു നല്ല 3 months പറഞ്ഞിട്ടുണ്ട്. ഉം. പക്ഷേ ഇൻ മിഡിൽ വൈ ഡേ ടുക്ക് മീ ഔട്ട് ഓർ എവിക്ഷൻ ചിലപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല. കുറച്ച് കാര്യങ്ങളും എൻ്റെ കാണിച്ചു കൊടുത്ത എനിക്ക് പോലും അറിയത്തില്ല, ഞാൻ തിരിച്ച് നോക്കിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറേ ഗുഡായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചായിരുന്നു. ഇപ്പോൾ ജാനുമണി എന്ന് പറഞ്ഞ പേഴ്സൺ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏതൊരു പേഴ്സൺ ആണെങ്കിലും ഒരു ബാഡ് മാത്രം കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇങ്ങനെയാണെന്നുള്ളൊരു തോന്നല്. Because പക്ഷേ they don't കുറേ ഒരു want to ഗുഡ് tell അല്ലെങ്കിൽ you ഒരു one thing. കൈൻഡ്നെസ് ഒക്കെ ജാനുമണിയിൽ ഇപ്പം ഞാൻ ഇത്ര നേരം സംസാരിച്ചതിൽ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കാറിൽ വന്നപ്പോൾ വെച്ചാൽ യു ആർ എ ഗുഡ് ആൻഡ് വണ്ടർഫുൾ പേഴ്സൺ. അപ്പോൾ ആ ഒരു സൈഡൊക്കെ കാണിക്കാണ്ടിരുന്നതിൻ്റെ ഒരു അതാ ഇതാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ കപ്പടിക്കാൻ പറ്റിയാനല്ലേ. ദാറ്റ് ഈസ് ഡെസ്റ്റിനി. ബട്ട് വാട്ട് എവർ വിൽ ഡു. ഇപ്പോൾ ആൾക്കാർ എപ്പോഴും ഇപ്പോൾ എല്ലാം ആൾക്കാർ പറയുന്നത് ലൈക്ക് ഇൻ ബിഗ് ബോസ് ഹിസ്റ്ററി മോസ്റ്റ് ജെന്യുവൻ പേഴ്സൺ എവർ. ദ ടാഗ് ഈസ് വെരി ബിഗ് തിങ്സ്. മോർ ദൻ 150 lakhs ഓർ കപ്പ്. നമ്മൾ എത്ര കാപ്പാടിച്ചിട്ട് നമ്മളുടെ നാക്ക് ശരിയില്ലെങ്കിൽ യക്കന്മാരുടെ പോലെ അവസ്ഥ ആവില്ലേ. ഇപ്പോൾ മൊത്തം പെണ്ണുങ്ങൾ വിചാരിക്കില്ലേ ഇവൻ എന്താ പറയുന്നത്. അവന് സിവിൻ ചേട്ടൻ്റെ വേണ്ടി സിവിൻ ചേട്ടൻ്റെ ഫോറെ സംസാരിച്ചിട്ട് സിവിൻ ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് വേണ്ടി സംസാരിക്കണമെങ്കിൽ എത്ര കോൺട്രവേഴ്സി പാടില്ല. പക്ഷെ അവന് ആ വിമൻ കാർഡ് ഇറങ്ങിയിട്ട് നമ്മളുടെ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് നമ്മൾ കച്ചിങ് കവച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓടിപ്പോയിട്ട് കിടക്കുന്ന കാര്യമില്ലല്ലോ അല്ലേ. വി ആർ നോട്ട് ദാറ്റ് മച്ച് ക്യാരക്ടർലെസ് ഓൾസോ. നോ, വി ആർ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ. ഇപ്പോൾ സിവിൻ ചേട്ടൻ്റെ കാര്യത്തിൽ അവന് സംസാരിക്കണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ എല്ലാവരും നമുക്ക് അവന് സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്തേനെ. ആൾക്ക്. പക്ഷെ ആള് ഇതിപ്പോൾ നിലവിൽ നാദിയ, ശോഭ ഇവരാരും സപ്പോർട്ട് ചെയ്യുന്നില്ല പുള്ളീനെ. നമ്മൾ ആരും ചെയ്യില്ല. പക്ഷെ വൺ മോർ തിങ്സ്, വൈ ഹി ഈസ് ടോക്കിംഗ് അബൌട്ട് അവർ സീസൺ വൈ ഹി വാസ് ഇൻ ലാസ്റ്റ് 1 year. പുള്ളിയുടെ സീസണിലായിരുന്നു. Then why he is coming and now he is giving this kind of bite like a women card edikane and this is our season, we'll talk now. അല്ല പുള്ളി പറയുന്നത് ലൈക്ക് ഒരു സ്ത്രീകൾക്കും ഈ ഒരു അവസ്ഥ വരരുത്, അല്ലെങ്കിൽ ഇത് ഇൻജസ്റ്റിസ് ആണ്, അല്ല ഈ ഒരു സൊസൈറ്റിയിലുള്ള ഒരു ഇൻജസ്റ്റിസ് ആണ്. ആള് പറയുന്നത് ഓരോ സ്ത്രീകൾക്ക് എങ്ങനെ അവസ്ഥ വരില്ല പറഞ്ഞിട്ട് എന്തെങ്കിലും ഓരോ സ്ത്രീയാണ് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടോ? ഇതുവരെ സ്ത്രീ പുറത്ത് വന്നിട്ടില്ല. ഇല്ലല്ലോ. അതില്ല. എത്ര ആൾക്കാർ ദിൽഷാർ ഉണ്ട്, രഞ്ജിനി ഹരിദാസ് ഉണ്ട്, ആരും വന്നിട്ടില്ല. അത്ര വലിയ ആർട്ടിസ്റ്റ് അവിടെ ദിയാസ് ഇവൻ ഉണ്ട്. സെറീന വരെ ഒരു കമന്റ് ഇട്ടേല് സെറീന അഖിൽമാരാന് ലൈക്ക് ഇത് ഒരു തംസപ്പ് കൊടുത്തെങ്കിലും പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് സെറീന പറഞ്ഞു. ശോഭ പറഞ്ഞു സംഭവിച്ചില്ല എന്ന്, നാദിയ പറഞ്ഞു സംഭവിച്ചില്ല. അതിന് പറഞ്ഞ് അവന് ഈ എല്ലാം പെണ്ണുങ്ങൾക്ക് അങ്ങനെ സംഭവിക്കില്ല പറഞ്ഞിട്ട് അവന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ മലയാളത്തിൽ എനിക്ക് കുറച്ച് വാക്കുകൾ അവൻ അങ്ങനെ ആയിപ്പോകും കേട്ടോ. ഐ എം സോ സോറി. സോ ഇഫ് ഐ ടെൽ യു ഇൻ ഇംഗ്ലീഷ്, സോ മാക്സിമം ആൾക്കാർക്ക് മനസ്സിലാവും. ചേച്ചി മലയാളത്തിൽ തന്നെ അറിയാവുന്ന. പിന്നെ ഞാൻ അതിന് പറഞ്ഞ് ആള് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണ് ഈ അത്ര സീസൺ 6 ആയിപ്പോയി. സീസൺ 6 മീൻസ് 6 years. 6 സീസണിൽ ഒരു പെണ്ണ് അങ്ങനെ കംപ്ലൈൻറ്റ് ഉണ്ടോ? ഒരാൾ പോലും ഇല്ല. Then why he is doing this? നമുക്ക് പുള്ളിയുടെ അടുത്ത് ചോദിക്കേണ്ടി വരും. അതെ. സോ ആൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ, ആൾക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ആളുടെ കയ്യിലേക്ക് അങ്ങനെ പ്രൂഫ് ഉണ്ടെങ്കിൽ സോ ആള് കാണിച്ചു കൊടുക്കണം. അതാണ് എൻ്റെ ക്വസ്റ്റ്യന്. ആൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ഗാച്ച് വച്ചിട്ട് ഏഷ്യൻ്റെ കൂടെ അതാ വച്ചത് ആൾ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ഫെയർ. ബിക്കോസ് അതിന് എൻ്റെ കരിയറെ ബാധിക്കും, എൻ്റെ ക്യാരക്ടറിലെ ബാധിക്കും, ശോഭയുടെ ക്യാരക്ടറിലെ ബാധിക്കും, നാദിയയുടെ ക്യാരക്ടറിലെ ബാധിക്കും, പിന്നെ എന്താ പറയുന്നത് അഞ്ജലി അമീരിയുടെ ക്യാരക്ടറിലെ ബാധിക്കും, രഞ്ജിനി ഹരിദാസിൻ്റെ ക്യാരക്ടറിലെ ബാധിക്കും. രഞ്ജിനി ചേച്ചി അത്ര ക്ലോസ് ആണ്, എനിക്കറിയാം ചേച്ചിക്ക്. ദിയാസ് അണ്ണയിലെ ക്യാരക്ടറിലെ ബാധിക്കും. അങ്ങനെ പോലെ കുറേ പെണ്ണുങ്ങളുണ്ട്. ദിൽഷാറുണ്ട്, ദിൽഷായുടെ ക്യാരക്ടറിലെ ബാധിക്കും. ഫോർ ഓൾ ദി വുമൻ ഇൻ ബിഗ് ബോസ് എന്താ പറയാ, അവരെ ഡിഫെൻഡ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. ആരും പറയേണ്ട ആവശ്യമില്ല. Why he is talking about us? നമ്മളെ അത്ര എഡ്യൂക്കേറ്റഡ് ആണ്. നമ്മൾ ഒരു സ്ഥലത്തിൽ പോയിട്ട് നമ്മൾ കളിച്ചിട്ട് വന്ന ആൾക്കാരെയാണ്. സോ ഞാൻ വിന്നർ ഇല്ലെങ്കിലും ഞാൻ എത്ര അറ്റ്ലീസ്റ്റ് 1.5 മാസം ആ വീട്ടിലുണ്ടായല്ലേ. ആള് സിവിൻ ചേട്ടനൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. ഞാൻ പുറത്തൊക്കെ വന്ന ടൈമിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത എന്താണ് സംസാരിച്ചിട്ടില്ലാത്ത ആള്. ലൈക്ക്
അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി, ഡ്രഗ്സിന്റെ ഒരു അല്ല സിറ്റുവേഷൻ. എല്ലാവരും പറയുന്ന ജർമ്മനി ടോപ്പ് 5 ഇരിക്കുന്ന ഒരു ആളാണ് വൈ ജർമ്മനി ഗോട്ട് എവിക്ഷൻ ഇറ്റ് ഇസ് നോട്ട് ഫെയർ എവിക്ഷൻ. ഓരോ ആള് വന്നിട്ട് സംസാരിച്ചിട്ടില്ലല്ലോ. ഇല്ല. കറക്റ്റ് അല്ലേ? പിന്നെ ഈ സിവിൻ ചേട്ടൻ പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് സിവിൻ ചേട്ടനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ഓരോ വാക്ക് 2 വാക്ക് നമ്മൾ സംസാരിക്കാം. സിവിൻ ചേട്ടൻ പുറത്തേക്ക് വന്നിട്ട് സംസാരിക്കാം. യു സപ്പോർട്ട് നോ പ്രോബ്ലം. സിവിൻ ചേട്ടനൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. സിവിൻ ചേട്ടൻ്റെ കൂടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. പക്ഷെ നമ്മൾ ഈ വിമൻ കാർഡ് വച്ചിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഹീസ് ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഇൻ മൈൻഡ്. വാട്ട് ഇഫ്, അതായത് വാട്ട് ഇഫ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ, അങ്ങനെ സംഭവം ഇല്ല. വാട്ട് ഈസ് യുവർ സ്റ്റാൻഡ്? അങ്ങനെ ഒരു സംഭവം ഇല്ലാന്ന് തന്നെയാണ് തീർത്ത് പറയുന്നത്. അത് ഇല്ല, അങ്ങനെ സംഭവമേ ഇല്ല. അല്ല, ഇഫ് വാട്ട് ഇഫ് If somebody is that's why I said no 6 നാളെ season. ഒരാൾ അതായത് ഇപ്പോൾ നിലവിൽ അഖിൽമാരാർ പറയുന്നതനുസരിച്ച് ഇന്നോ നാളെയോ എന്തെങ്കിലും ഏതെങ്കിലും ഒരു സ്ത്രീ വന്നിട്ട് ഇത് അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു വുമൺ വന്നിട്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാൻമണി ദാസിൻ്റെ അതിനുള്ള സ്റ്റാൻഡ് എന്തായിരിക്കും? ആ ടൈമിൽ if it's there, if somebody is coming and talking, so we'll see on that time. Definitely we'll see. ഓക്കെ. But till now nobody പക്ഷെ complained. അതിനകത്തുള്ള പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയായിട്ട് ആരും വന്നിട്ടില്ല. വന്നിട്ടില്ല. കാരണം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്കുണ്ടെങ്കിൽ ഞാൻ അപ്പാട്ടൻ്റെ മുഖത്തിലെ ആർട്ടിസ്റ്റ് ഞാൻ ശരിയാക്കും. ഞാൻ എവിടെയോ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യില്ല. എത്ര ക്യാമറ ഉണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ എന്തെങ്കിലും സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞ ഞാൻ മുന്നോട്ടാക്കി അടിക്കുന്ന വേണ്ടി പോയി പറഞ്ഞു, ഞാൻ പറഞ്ഞ അടിക്കില്ല. കാരണം ഞാൻ അടി തന്നെ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടോ, സൂപ്പർ സ്റ്റാർസ് മലയാളം ഇൻഡസ്ട്രിയിലെ എല്ലാവരും കണ്ടിട്ടുണ്ടോ. എൻ്റെ ദേഹത്തിൽ ആരോ തൊട്ടിട്ടുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് ആയിക്കോട്ടെ, ചീഫ് മിനിസ്റ്ററുടെ വീട്ടായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, നോക്കില്ല. ഞാൻ അടിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ കയറ്റി കൊടുക്കാൻ ആൾക്ക്. വി നോ ഹൗ ടു ഡിഫെൻഡ് അവർ സെൽഫ്. ഇന്നത്തെ ജനറേഷനിലെ വുമൻസ് സ്ട്രോങ്. നോട്ട് ഓൺലി ഇന്നത്തെ, മൈ മദർ ഓൾസോ വെരി മച്ച് what called strong. My grandmother also very much strong. So we our family we know how to defend ourselves. പക്ഷെ നമ്മളുടെ കുറച്ച് കൺട്രോൾ ഉണ്ടാവണം. നമ്മളുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കിയിരിക്കണം. we have to know our safe side. നമ്മൾ പോയിട്ട് ചാരി ഇരിക്കുന്നത് നമുക്ക് ഇങ്ങനെ പറ്റിപ്പാടത്തിൽ ഒരു കാര്യമില്ല. So if we are on our road, if somebody is coming to my front, I will obviously hit. If I'm going to other side, ആ സ്ഥലത്തിൽ പോയി കഴിഞ്ഞിട്ട് ചാടി പിന്നെ എനിക്കിങ്ങനെ സംഭവിച്ച പഠനത്തിൽ ആ കാര്യം ഞാൻ ഒരിക്കലും വക്കില്ല. അങ്ങനെ പോലെ വിമൻസൊക്കെ എങ്ങനെ ഉണ്ടെങ്കിൽ ആ ബിഗ് ബോസ് ഹൗസിൽ നമുക്ക് എങ്ങനെ അഖിൽ മഴപ്പാല എന്തെങ്കിൽ അങ്ങനെ പോലെ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. കാരണം ഞാൻ ഒരാളെ തുണി എവിടെയാണ് ഞാൻ ആടുന്നത്, പൂജ ചിരിച്ച് ചട്ട് ജാനു ക്യാമറ ഉണ്ടോ ഞാൻ അപ്പം ആയിക്കോട്ടെ നോ പ്രോബ്ലം, ഞാൻ എവിടെയാ തുണി ഇന്നർ വോയിസ് പോലെ ഞാൻ ഇടുന്ന ആള്. ബിഗ് ബോസിൽ വെച്ച് ഞാൻ നോക്കില്ല, ബെഡ്റൂമിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ പിന്നെ നോക്കും ക്യാമറ മാറി ചെയ്യും. ക്യാമറ തിരിച്ചു നോക്കും, അപ്പം ഞാൻ തിരിച്ച് നോക്കും. അത്ര they knows that they respect that, no, because there is a queue not only man. അതായത് ഭയങ്കരമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം, വെരി ഇമ്പോർട്ടൻറ്റ് കാര്യം. ഞാൻ പോന്ന ദിവസം എൻ്റെ കൂടെ ഒരു പെണ്ണ് മാത്രമേ ഉണ്ടായി, ലക്ഷ്മി ചേച്ചി എൻ്റെ കൂടെ ഉണ്ടായി, എസിയാനിട്ടിൻ്റെ ആനയുടെ കൂടെ ആന മാത്രം ഉണ്ടായി. തിരിച്ച് ഞാൻ എവിക്ഷനിൽ വന്നിട്ട് പുറത്തേക്ക് വന്ന ടൈമിൽ എനിക്ക് 2 പെണ്ണാണ്, എനിക്ക് ഒരു ദേഹത്തിൽ ആണ് ഒരു ആളെ പോലെ ഇങ്ങനെ ഞാൻ വീടിന് പോയി കഴിഞ്ഞിട്ടോ എനിക്ക് boys are not holding me. There's a 2 girls who is holding me from 2 side. And എനിക്ക് എയർപോർട്ടിലെ ഫ്ലൈറ്റിലെ കയറുന്ന മുതൽ ആ എന്താ പറയുക ലഗേജ് കൊടുക്കുന്ന മുതൽ എൻ്റെ കൂടെ ഒരു കുട്ടിയുണ്ട്, മൈ സെഡോ, ദാറ്റ് ഈസ് എ ഗേൾ ഓൺലി. വൈ ഹി ഈസ് ടോക്കിംഗ് ലൈക്ക് ദിസ്? അപ്പം ഇത്രയും റെസ്പെക്ട് കൊടുത്ത് ഹാൻഡിൽ ചെയ്യുന്ന വുമനെ ഹാൻഡിൽ ചെയ്യുന്ന പോലൊരു ചാനലിൽ നിന്ന് അങ്ങനെ വരുന്നില്ല എന്നാണ് നിലവിൽ ജാൻമണിയുടെ ഒപ്പീനിയൻ. ബോയ്സിന്റെ കൂടെ ബോയ്സ് ഇപ്പൊ അഭിഷേക് കെ പറഞ്ഞ പോലെ അഭിഷേക് കെയുടെ കൂടെ ഒരു പയ്യനുണ്ട്, എൻ്റെ കൂടെ സ്വതന്ത്ര പഠനത്തെ ഒരു കുട്ടിയുണ്ട് ബിഗ് ബോസ് ക്രൂവില്. പോണ ടൈമില് എനിക്ക് ഇപ്പോൾ കരവനിൽ പോണ ദിവസം എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ഡ്രൈവർ വന്ന് കാറ് വന്ന് അവിടെ ഒരു കോർഡിനേറ്റർ വന്ന് ആള് എൻ്റെ കൂടെ സംസാരിച്ചിട്ടില്ല ഒരു 45 മിനിറ്റ് ജേർണി. എത്ര റെസ്പെക്ട്. പോയി കഴിഞ്ഞിട്ട് ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞിട്ട് 2 പെണ്ണ് ലക്ഷ്മി ചേച്ചി വന്നിട്ട് റൂമിലേക്ക് കൊണ്ടുപോയി തുണി എടുക്കുന്ന വേണ്ടി പെണ്ണുങ്ങൾ വന്ന് 2 girls, 1 boy who is taking the bag. That boy was outside of the door. 2 girls is taking my things. They are putting all sticker, checking my bags and they are putting. അത്ര ചെറിയ ചെറിയ കാര്യം ഈ കാര്യങ്ങളും പറയണം. ഒരു ടച്ചിൽ വരെ റെസ്പെക്ട് ഉണ്ടായിരുന്നു. അതന്നെ പറയാം. ഈ അഖിൽ മഴ എന്താ പറയുന്നത്? അവൾക്ക് ചിലപ്പോൾ പ്രാന്തി പിടിച്ചിരിക്കുന്നത്, എനിക്ക് ദേഷ്യം വരുന്നു ഇപ്പോൾ. അപ്പോൾ ലൈക്ക്
ഇങ്ങനെ ഒരാളെ കൊണ്ടുവരുന്നവരെ നമ്മൾ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ടോപ്പിക്കിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം പോലെ കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ലേ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരാൾ വരട്ടെ പറയട്ടെ. സിബിൻ്റെ കാര്യത്തിനോട് ജാൻമണി യോജിക്കുന്നുണ്ട്. അവന് നമ്മളെ പെണ്ണിന് വേണ്ടി ഫസ്റ്റ് തിങ്ക് ഉം. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അഖിൽമാരുടെ അനിയത്തിയോ അല്ല, ഉം. ചേച്ചിയോ അല്ല, ഉം. ഫാമിലിയുടെ കസിൻ പക്ഷേ സിസ്റ്റർ ലൈക്ക് ആ ഒരു കാര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്ന് വെച്ചാൽ ഇത് ഒരുപാട് പേരുടെ ഹോപ്പാണ്. ചിലപ്പോൾ ബിഗ് ബോസ് ഒരുപാട് പേരുടെ ഹോപ്പാണ്. ഞാൻ ഒരു കാര്യം പറയത്തെ, പെണ്ണുങ്ങൾ പറഞ്ഞില്ലേ ഈ ഇങ്ങനെ പോലെ കാര്യങ്ങളും ഒരിക്കലും ചിന്തിക്കുന്ന ആവശ്യമില്ല. 110% സേഫ് ആയിട്ട് ആ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് മൊത്തം മോർ ദൻ 150 ക്യാമറാസ് ആണ്. നമ്മൾ പെണ്ണുങ്ങൾ ബാത്റൂമിൽ പോകുന്ന ടൈമിൽ പോലും 2 പെണ്ണ് ഒട്ടൊരുമിച്ച് ഒരു ബാത്റൂമിൽ കയറാൻ പറ്റില്ല. There's a rule regulation. Because what people will say doesn't know. Costume changing the വേണ്ടി that is like a 7-star hotel. So it was like, I really feel it's good because with me girls was only there, no boys connections. ഒരു ആണത്തെ ഫേസ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അങ്ങനെ പറഞ്ഞില്ല, ഒബ്വിയസ്ലി എനിക്ക് ദേഷ്യം വരും. അല്ല, ജാനുമണി പറഞ്ഞൊരു കാര്യത്തിൽ ലൈക്ക് പുള്ളി ഇങ്ങനെ ഗേൾസിൻ്റെ കാര്യം പറയണ്ടെന്ന് പറഞ്ഞപ്പോൾ ലൈക്ക് നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സൈലൻ്റായിട്ട് ഇരിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ. ഇന്ന് ഒരാൾക്ക് സംഭവിച്ചാൽ നാളെ വേറൊരാൾക്ക് സംഭവിക്കാം. അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ എനിക്ക് തോന്നുന്നില്ല അത് സംഭവിക്കത്തില്ല. ഒരാളങ്ങനെ വരുന്നവരെ നമ്മൾ കാരണം എനിക്ക് 24/7 കാണാൻ വേണ്ടി ആ പെൺകുട്ടി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഞാൻ കിടക്കുന്ന ഉറങ്ങി കഴിഞ്ഞിട്ട് മാത്രം ആ കുട്ടി ഉറങ്ങിന് ഞാൻ എണീകിട്ടുന്ന മുന്നേ ആ കുട്ടി എണീകിട്ടും. ആലോചിക്കുക കുട്ടിയുടെ എത്ര അവസ്ഥ എങ്ങനെ ഉണ്ടാവും 24/7. കാരണം കുട്ടി പറഞ്ഞ ഐ വാസ് ദെയർ ഫോർ യു. ഇത് മറ്റേ ബിഗ് ബോസിൽ വന്നതിന് മുമ്പുള്ള ആ ഒരു പീരീഡിലെ കാര്യമല്ലേ പറയുന്നത്? അല്ല, ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ബിഗ് ബോസ് എൻ്റെ കരവനിലെത്തി, ആ കുട്ടി എൻ്റെ കൂടെ ഉണ്ടായി. ഞാൻ തിരിച്ച് എയർപോർട്ടിൽ എത്തി കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ ജോബ് then he will go to another job. So there is a lots of girls. For പെണ്ണുങ്ങൾ പിന്നെ പെണ്ണുങ്ങൾ, കാരണം നമ്മളുടെ ഡ്രസ്സ് പോലെ കൊടുക്കുന്ന ആ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം if it's my set so she has to know everything. കുട്ടി പറഞ്ഞ എനിക്ക് എപ്പോഴും പേടി ജാനുവിൻ്റെ മൂഡ്, എനിക്ക് ഭയങ്കര മൂഡ് സ്വിങ് ഉണ്ടോ, പെട്ടെന്ന് ദേഷ്യം പിടിക്കും, പെട്ടെന്ന് ഇടിയിട്ടോ. കുട്ടി പാടന് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി. I said, you were there every time? Yes, I was looking at you, no. There's 3 people, me, another Lakshmi Chichi, another one. Well, like Janmani what needed, because എൻ്റെ കൂടെ സംസാരിക്കുന്ന ടൈം കിട്ടിയിട്ടില്ല. സോ എനിക്ക് മൂഡ് എങ്ങനെയാണ് അത് മനസ്സിലായിട്ടില്ല. സോ അതിനെ പറഞ്ഞു രാത്രി ചീസ് ലൈക്ക് when I was crying in the bathroom, ആ ബാത്റൂം ഡോർ തുറന്നിട്ട് അവൾ നോക്കി എൻ്റെ കൈ പിടിച്ചിട്ട് ഇരിക്കുന്നത് ഞാൻ ബാത്റൂമിൽ പോകുന്ന ടൈമിൽ. അത്ര ഒരു സേഫാണ്. സോ അത് ഓരോ ആള് ഒരു പെണ്ണ് മനസ്സിൽ വിചാരിക്കേണ്ടത് ജാനുമണിയുടെ ഇതിൽ പറയുകയാണെങ്കിൽ ഇമ്പോസിബിൾ ഇങ്ങനെ സംഭവം ഇമ്പോസിബിൾ ആണ്. കാരണം എനിക്ക് ഒരു ആനൊക്കെ കണ്ടെത്തേ ആ വീട്ടിലെ ഉള്ളിലേക്ക് പോയിട്ട് ജസ്മിൻ ഗബ്രിയുടെ കൂടെ പോലെ പ്രേമം എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ ഗബ്രി പ്രേമമാണോ? വാട്ട് ഡു യു തിങ്ക്? അല്ല, ഇത് ഞാൻ പറയട്ടെ, ഇപ്പം എല്ലാവരും ഇവരെ കുറ്റം പറയും. ഇപ്പം ഇവിടെ തന്നെ വന്നിട്ടാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് അഖിൽമാരാൻ്റെ കാര്യം ഇത്ര കോൺട്രവേഴ്സി ആയിട്ട് സംസാരിച്ചു. അതല്ലാണ്ട് ഇപ്പോൾ ജാനുമണി ആണെങ്കിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ് ജാസ്മിനെ പറ്റിയാണ്. പുറത്തിറങ്ങിയാലും എല്ലാവരും പറയുന്നത് ജാസ്മിനെ പറ്റിയാണ്. വേറെ ആർക്കും ഒന്നും പറയാനല്ല. ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഗെയിം ജയിച്ചുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ തന്നെയല്ലേ? അപ്പോൾ ഗെയിം ജയിച്ച് മാത്രമല്ല, അവർ ചെയ്യുന്ന പരിപാടികൾ മാത്രമേ നമ്മൾ സംസാരിക്കുള്ളൂ. കല്യാണം കഴിക്കുമോ? ഇവർ പുറത്തിറങ്ങിയിട്ട് കല്യാണം കഴിക്കുമോ? ഗബ്രി അപ്പനെ പറഞ്ഞിട്ടുണ്ടല്ലോ കെട്ടിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഓൾറെഡി പറഞ്ഞ് അവള് ശ്രദ്ധിക്കണം. അവൾക്ക് പുറത്തേക്ക് ഒരു ആള് ഉണ്ടെങ്കിൽ ഇഫ് ഐ ആം കമ്മിറ്റഡ് ഔട്ട് സൈഡ്, സോ ഐ ഹാവ് ടു നോ മൈ ലിമിറ്റേഷൻ അല്ലേ? ഇപ്പോൾ ജിൻറ്റു ചേട്ടൻ്റെ എൻ്റെ കോംബോ പറഞ്ഞ ലൈക്ക് ഒരു കാര്യം ചോദിച്ചിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട്, വേറെ ഒന്നും വിചാരിക്കരുത്. ശരിക്കും പറഞ്ഞ് ജാസ്മിൻ ചെയ്ത് ചീറ്റിംഗ് അല്ലേ? ചീറ്റിംഗ് അല്ലേ? പക്ക ചീറ്റിംഗ്, 100%. വാട്ട് എവർ ഗെയിം ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ പുറത്തേക്ക് ഒരു ആള് ഒബ്വിയസ്ലി ഐ വിൽ സപ്പോർട്ട് ദാറ്റ് പേഴ്സൺ ഹു ട്രസ്റ്റ് ഹർ ആൻഡ് സെൻഡ് ഇറ്റ് ഇൻസൈഡ് ഓഫ് ദ ബിഗ് ബോസ്. ആ ആളുടെ ഫാമിലി, ആ ആളുടെ ഫ്രണ്ട്സ്. ഐ എം ടോക്കിംഗ് ഫ്രം ദറ്റ് ഗായ് സൈഡ്. ഓക്കെ, I don't know the personally that person name and all. പേരെന്താ? അഫ്സൽ. സോ അഫ്സലിൻ്റെ സൈഡിൽ ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഒരു ആൾ ഉണ്ടെങ്കിൽ പുറത്തേക്ക് ആളുടെ ഫാമിലി, ആളുടെ കുടുംബം എല്ലാവരും കഴിഞ്ഞ് നാളെ മറ്റന്നാൾ ഞാൻ തിരിച്ച് വന്നിട്ട് ഫേസ് ചെയ്യണം. എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ആളുടെ കൂടെ ഞാൻ പ്രോമിസ് ചെയ്യുന്ന കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ആവശ്യകത ഇല്ല. പക്ഷേ ആൾക്ക് കമ്മിറ്റ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് വി ഹാവ് ടു കീപ്പ് ഇറ്റ്. If you are keeping promise to someone, so you have to think about that promise. അപ്പം തന്നെ പോയി കഴിഞ്ഞിട്ട് ഗെയിം ഉണ്ടെങ്കിൽ യു ക്യാൻ മേക്ക് എ ഫ്രണ്ട്ഷിപ്പ്. ബിക്കോസ് എൻ്റെ ജിൻറ്റു ചേട്ടൻ്റെ കൊമ്പോ എല്ലാവർക്കും എത്ര എന്താ സ്നേഹം.
ബിക്കോസ് അതൊരു ഇന്നസെൻസ് ഉണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയാം ജിൻറ്റിച്ചൻ ഒരു ദിവസം വന്നിട്ട് ഞാൻ ഇങ്ങനെ ഋഷി ഞാൻ എൻസിബ രസീലെ കസിച്ച് ഇരിക്കുന്നത് ആ സ്റ്റേജിൽ സ്മോക്കിംഗ് ജോൺ ഏരിയ ലോണിൽ ഒരു ഹൈറ്റ് ഉണ്ടല്ലേ ഒരു സ്റ്റേജിലെ പോലെ അവിടെ ഇരിക്കുന്ന ജിൻറ്റിച്ചനെ വന്നിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നത് ഞാൻ അപ്പം മാറിക്കോ അവരെ എന്താ പറഞ്ഞ് നിങ്ങൾ അത്ര ക്ലോസ് ആയിട്ട് പോലും അങ്ങനെ ഒരു ഇൻസിഡന്റ്. ഞാൻ അവിടെ ജിൻറ്റിച്ചനെ അടിക്കും ഞാൻ ഒരു നീ അനിയത്തിയല്ലേ ഞാൻ അവിടെ അനിയത്തിൻ്റെ മെഡലിലെ കിടക്ക് കുഴപ്പമില്ല വീട്ടില്ലേ ഞാൻ അവിടെ ഈ മൊത്തം ജനങ്ങളെ കടുത്തപ്പോഴും ഇവര് എന്താ വിരിച്ചില്ലാതെ കാണിക്കുന്നത് ഞാൻ അവിടെ മാറി ഇപ്പം തന്നെ ഋഷി എനിക്ക് നോക്കിയിരിക്കുന്നത് സോ ഞാൻ പറഞ്ഞു അപ്പം തന്നെ ഋഷി പോയിട്ട് പറഞ്ഞു ഇതാണ്. ചേച്ചി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഇപ്പോൾ ഇത്രയും പിള്ളേർ അല്ലെങ്കിൽ ഇത്രയും ഓഡിയൻസ് പല ഏജിലുള്ള ആൾക്കാർ കാണുന്നുണ്ട്. അപ്പം എന്ന് വെച്ചാൽ ഈ ജാസ്മിനെ പോലുള്ള ഒരാൾക്ക് ഇത്രയും ഹൈപ്പ് കിട്ടുമ്പോൾ അപ്പം എന്ന് വെച്ചാൽ അത് നമ്മുടെ ഈ സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്നൊരു മെസ്സേജ് അല്ലെങ്കിൽ ഈ ചീറ്റിംഗ് ഒക്കെ നോർമലൈസ് ചെയ്യുന്നൊരിത് ചിലപ്പോൾ ഈ സിനിമകളിലാണെങ്കിലും നമ്മൾ കണ്ടുവന്ന കുറേ കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെ നോർമലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ കുഴപ്പമില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരായിരിക്കും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു എല്ലാവരും പറയുന്ന പോലെ ഈ സീസണിൽ വരുന്നൊരു ഫോട്ടോ, അതായത് ഇങ്ങനെ ഇത്രയും ചീറ്റിങ് ചെയ്ത ഒരാൾ, ഇത്രയും മാനിപ്പുലേറ്റ് ചെയ്ത ഒരാൾ, ഇത്ര ആൾക്കാരെ പറ്റിച്ച ഒരാൾ, ആ ആൾ ഹൈലൈറ്റ് ആയിട്ട് ഒരു കളി ജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അത് ശരിക്കും എല്ലാവരും പറഞ്ഞ പോലെ ഈ സീസണ് ദർ ഇസ് എ പ്രോബ്ലം, റൈറ്റ്? അത് അറിയത്തില്ല, ജയിക്കില്ല, പോവില്ല. പക്ഷേ ഓരോ കാര്യം എനിക്ക് പുറത്തേക്ക് വന്നിട്ട് മനസ്സിലായി, ബിഗ് ബോസ് മെസ്സേജസ് ഓൾറെഡി പബ്ലിക്ക് കൊടുത്തിട്ടുണ്ടോ, വ്യൂവേഴ്സാണ് ചൂസ് ചെയ്യേണ്ടത്. എക്സാക്ട്ലി. സോ വ്യൂവേഴ്സ് ക്വാളിറ്റി ഉള്ള ഒരു വിന്നർ വേണം. എക്സാക്ട്ലി. ബിഗ് ബോസ് അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല ഇവൾക്കാണ് വോട്ട് ചെയ്യും, ഇവൾക്കാണ് എന്താ പറയുക സപ്പോർട്ട് ചെയ്യും. ബിഗ് ബോസ് ജസ്മിൻ ഗബ്രിയുടെ ഓരോ സാധനം ഇപ്പൊ സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ടുണ്ടോ, കാരണം ഇവളുടെ സ്വഭാവങ്ങളും പുറകെ വരത്തെ കണ്ടിരിക്കണ ഒരു തീരുമാനിക്കും. എക്സാക്ട്ലി. നിങ്ങളെ നോക്കിയിട്ടാണ് വോട്ട് കൊടുക്കണല്ലേ കൂടി പോന്നെ. കറക്റ്റ് അല്ലേ? നിങ്ങളെ അതാ ഇപ്പോൾ എൻ്റെ സ്കിൻ സ്പേസ് ഇല്ല, എനിക്ക് കാണിച്ചിട്ടില്ല, ജസ്മിൻ ഗബ്രിക്ക് കാണിച്ചിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ കാണിച്ചിട്ടില്ലെങ്കിലും അത് കുഴപ്പമൊന്നുമില്ല, ജാൻമിനി ഇങ്ങനെയാണ് ആൾക്കാർക്ക് അറിയാൻ പറ്റും. പക്ഷേ ഈ രണ്ടാൾക്ക് ഹൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബിഗ് ബോസിൻ്റെ താഴേക്ക് 4 മാത്രമേ പ്രശ്നം വരത്തുള്ളൂ. ഇപ്പോൾ ബിഗ് ബോസ് അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക് ഹാസ് ടു ചൂസ് ഇറ്റ്. ഇപ്പോൾ എത്ര ബിഗ് ബോസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക്കൊക്കെ മനസ്സിലാവില്ലേ? ഇപ്പോൾ എത്ര മന്നന്മാരെ ആൾക്കാരില്ലല്ലോ ഇപ്പോൾ ലോകത്തിലെ, അല്ലേ? കറക്റ്റ് അല്ലേ? ഇപ്പൊ ജസ്മിന്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്മിന് ഇതാ എന്താ പറഞ്ഞ സീക്രട്ട് ലെറ്റർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ ചിലപ്പോൾ ബിഗ് ബോസ് ആ പോർഷൻ കട്ടാക്കി കളയാൻ പറ്റുമില്ലേ? വൈ ഹി ഈസ് ഷോയിങ് ഇറ്റ്. അവരത് കാണിച്ചു, എന്നിട്ട് ആൾക്കാർ ഇവര് ചൂസ് ചെയ്യണു. ആൾക്കാരുടെ പ്രോബ്ലം അല്ല, പിന്നെ ആൾക്കാരുടെ പ്രശ്നമല്ലേ? ഇപ്പൊ ഞാൻ എൻ്റെ കുറച്ചുകൂടെ എൻ്റെ അതാണ് ഗെയിം. ഞാൻ ശ്രാപ്പിച്ച് കാണിച്ചു കൊടുത്ത്, ജാൻമിനിക്ക് ദേഷ്യം പറഞ്ഞ് കാണിച്ചു കൊടുത്ത്, ജാൻമിനി ബിസിനസ് ക്ലാസ്സിലെ ആള് കാണിച്ചു കൊടുത്ത്. പക്ഷെ ആൾക്കാർ ഓരോ കാര്യം ശ്രദ്ധിക്കണ്ടേ, ഇയാൾ അങ്ങനെ പറഞ്ഞുണ്ടെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും സംഭവിക്കും. അതിന് മുന്നേ എന്താ സംഭവിച്ചു? നൂറ വന്നിട്ട് കടന്ന് ആ ദിവസം ഇന്നലെ ഒരു വീഡിയോ കണ്ട് സിജോ പറഞ്ഞു നൂറയുടെ കാരണം ശരണ്യ, ഋഷി ആൻഡ് അർജുന് ബിഗ് മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്ന്. അതാ ഞാൻ സോൾവ് ആക്കിയത്. ഞാൻ അർജുൻ്റെ എന്താ പറയുക റിയാലിറ്റി ഋഷിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടോ, അവന് ആ രീതിയിലൊക്കെ അവനൊക്കെ കാണുന്നത് ഫ്രണ്ട്സ് അല്ല ഗെയിമറാണ്. പിന്നെ ശരണ്യയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ട് ഋഷിക്ക് ശരണ്യയുടെ കാര്യം കുറിച്ച് മനസ്സിലായി. പക്ഷെ മനസ്സിലൊരു വിഷമം കഴിഞ്ഞിട്ട് അത് പോവില്ല, ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോവില്ല, അത് പുറത്തേക്ക് വന്നിട്ട് മാത്രം പോയിട്ടുള്ളൂ. കാരണം അപ്പുറത്തെ മനസ്സിലാവില്ല, അയ്യോ ഐ എം സോറി. പക്ഷേ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഋഷിക്ക് പറയുന്നത്, ഋഷി ഒരിക്കലും പറയണ്ട, കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇയാൾ അങ്ങനെ ഇല്ലെങ്കിൽ ശ്രദ്ധിക്കണ്ടേ. ഇപ്പോൾ അപ്സര എൻ്റെ കൂടെ ഭയങ്കര ക്ലോസ് ഉണ്ട്, പക്ഷെ അപ്സര എൻ്റെ വേണ്ടി 2-3 വാക്ക് പറഞ്ഞിട്ടുണ്ടോ? കണ്ടിട്ട് ഇരിക്കുന്ന എൻ്റെ ആൾക്കാർ വീട്ടിലുണ്ടോ ആൾക്കാർക്ക്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ബബി ഈസ് ലൈക്ക് മൈ ഓൺ ബ്രദർ, മോർ ഇൻ ഓൺ ബ്രദർ, ഓൺ ഫാമിലി, ദാറ്റ് മച്ച് വി ലവ്. സോ when he said I trust, I said എനിക്ക് ബബി said എനിക്ക് ജാനുക്കെ കാണുന്നു പറഞ്ഞു. I said എനിക്ക് കാണാൻ ആവശ്യമില്ല, ബബി പറഞ്ഞില്ല. അർജുൻ എൻ്റെ വേണ്ടി എൻ്റെ കുറ്റം പറഞ്ഞിട്ട് എന്തൊക്കെ കുട്ടി കൊടുക്കുന്നുണ്ടോ എല്ലാവർക്കും അറിയാം ബാക്ക് സ്റ്റേപ്പ് ചെയ്യുന്നത്. സോ ഇഫ് യു ആർ എ ഫ്രണ്ട്, എനിക്ക് ഒരു കാര്യം, ഇഫ് യു ആർ മൈ ഫ്രണ്ട്, end of the moment if we both are there, if I feel you are really genuine to me or I'm genuine to you, I will take my step back, let my friend win. Okay. That is my that is Janmoni Das. That is Janmoni Das. I don't want to like fight with my friend and I'll get the cup after that. You are my friend. These shitty things I don't do that. ഞാൻ സംശയം ചോദിച്ചോട്ടെ, ഇപ്പൊ ലൈക്ക് ജാൻമണിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ലൈക്ക് അതിനകത്ത് ഏറ്റവും ഫേവറേറ്റ് പേഴ്സൺ ആരാ? ഋഷി. ജിൻഡോനെക്കായും
ജിൻഡോ ജിൻറ്റു ചേട്ടൻ ഋഷി എന്റെ ചേട്ടനാണ്. ആ ചേട്ടന്റെ അനിയത്തിന്റെ ഓക്കെ എപ്പോഴും ഉണ്ടാവും. ഓക്കെ ജാസ്മിൻ അല്ല ജാൻമണി തേർഡോ അല്ലെങ്കിൽ സെക്കൻഡോ ഫസ്റ്റോ അതായത് ജാൻമണിക്ക് ചൂസ് ചെയ്യാൻ പറ്റുക ആര് ഫസ്റ്റ് വന്നെന്ന്. ഒന്നല്ലെങ്കിൽ ജാൻമണിനെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഋഷീനെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജിൻഡോനെ ചൂസ് ചെയ്യാം. ആര് ചൂസ് ചെയ്യും? ഞാൻ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒരിക്കലും ഇപ്പൊ പറയില്ല. അതല്ല, ആരെ ചൂസ് ചെയ്യും ജാൻമണി ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ? എൻ- 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 എന്റെ ഫോർ എത്ര- സ്വയം ചൂസ് ചെയ്യോ? ആ. വിൽ യു ചൂസ് യുവർ സെൽഫ് ഓർ വിൽ യു ചൂസ് ജിൻഡോ ഓർ വിൽ യു ചൂസ് ഋഷി? What is this? അല്ല, അങ്ങനെ ഒരു ഇത് വരാന്നുണ്ടെങ്കിൽ The genuine Jintu Chitan is my brother, so like his place is different. Rishi is very close to me. He's very good friend of mine, and what called it, for both side I cannot choose one. So if I'll choose obviously both. പക്ഷേ ജിൻറ്റു ചേട്ടനൊക്കെ ഞാൻ കുറച്ച് ടൈം ചെയ്ത പറയുന്നത് ബിക്കോസ് ജിൻറ്റു ചേട്ടൻ മറന്നു പോവും. ആൾക്ക് ജിൻറ്റു ചേട്ടൻ്റെ ഓരോ കാര്യങ്ങളും ജിൻറ്റു ചേട്ടൻ വിശ്വസിക്കാൻ പറ്റില്ല. പുള്ളി ശരിക്കും പറഞ്ഞാൽ പൊട്ടനാണോ? പൊട്ടന് പൊട്ടന്. അതിനാണ് ഞാൻ ഋഷിക്ക് ചൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഋഷിക്ക് ഉണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിലുണ്ടാവും, അവന് ഒരിക്കലും പറയില്ല. പക്ഷെ ജിൻറ്റു ചേട്ടനൊക്കെ ഇപ്പം ജിൻറ്റു ചേട്ടൻ ആരൊക്കെ പറയണ്ട കേട്ടോ പറഞ്ഞിട്ട് ഞാൻ സിഗരറ്റ് എടുത്തിട്ട് പുറക്കെ വരും. ഇവന് സിഗരറ്റ് പിടിച്ചിട്ട് സൂര്യ നമസ്കാരം ചെയ്തൊക്കെ ഞാൻ അത്ര ദിവസം പറഞ്ഞേ. പറയാം ഞാൻ ഇങ്ങനെ എന്താ കമ്പിത്തിരി അല്ല എന്താ ചോദിച്ചാൽ അതിന് പറയാം അഗർബതിക്ക് പകരം സിഗരറ്റ് അങ്ങനെ അത്ര മണ്ടനാണ് ആലോചിക്കൂ. ഞാൻ എത്ര ടൈം പറഞ്ഞു ജിൻറ്റു ചേട്ടൻ അങ്ങനെ ചെയ്യേണ്ട, ജിൻറ്റു ചേട്ടാ പണി കിട്ടും കേട്ടോ, ഈ സിഗരറ്റ് വലിച്ചിട്ട് നിങ്ങൾ സൂര്യ നമസ്കാരം ഉള്ളിലേക്ക് ചെയ്യുന്നൊക്കെ കുഴപ്പമില്ല, പ്രേ ചെയ്യുന്ന സിഗരറ്റ് വലിക്കുന്നൊക്കെ പോയി പുറത്തേക്ക് പോയിട്ട് സൂര്യൻ ഒരു ദിവസം സൂര്യനെ ഇല്ല. സിഗരറ്റ് വലിക്കാൻ വേണ്ടി പോയിട്ട് സൂര്യൻ ഉണ്ടോ, സിഗരറ്റ് വലിച്ച് കട്ടിച്ച് ഉള്ളിലേക്ക് പഠിച്ച് പുറത്തേക്ക് പോയിട്ട് എതി സൂര്യൻ ഇല്ല നീ. സോ ജിൻറ്റു ചേട്ടനൊക്കെ അതന്നെ. ജിൻറ്റു ചേട്ടൻ പൊട്ടനല്ല, ജിൻറ്റു ചേട്ടൻ ഇന്നോസെന്റ് ആണ്. കാരണം അവൻ്റെ എന്തെങ്കിലും പറഞ്ഞുണ്ടെങ്കിൽ അപ്പറിനെ പോയിട്ട് പറഞ്ഞു കൊടുക്കും ഓപ്പോസിറ്റ് ആള്. ഇപ്പൊ ഒന്നും മനസ്സിലിരിക്കൂല അല്ലേ? അപ്പറിനെ സോറി ബിഗ് ബോസ് പട്ടിപ്പോയി. പുള്ളി വേറെ സാധനം, പുള്ളി എന്തെങ്കിലും കിട്ടിയപ്പോ പുള്ളി 2 മുട്ടില് കുത്തി അവിടെ ഇരിക്കും. എന്നിട്ട് മറ്റേ ഇങ്ങനെ ദൈവത്തിന് കാണിക്കണേ. അതൊരു ഞാൻ എന്താ പറയാ, അതിനാണ് ജിൻറ്റു ചേട്ടനൊക്കെ എനിക്ക് കുറച്ച് കാര്യത്തിൽ ചൂസ് ചെയ്യുന്നത്. എനിക്ക് ലൈക്ക് 1% വിൽ ബി ലൈക്ക് ഓൾവേസ് ബിക്കോസ് ഋഷിക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റും. ദാറ്റ് ഇസ് ദ റീസൺ ഋഷി നോ മൈ ലോട്ട്സ് ഓഫ് സീക്രറ്റ് ഇൻ ദാറ്റ് ഹൗസ്. സോ അവന് പറയില്ല, അവന് മറിച്ച് പിന്നെ അവനക്ക് അറിയാം എങ്ങനെ ഹൈഡ് ചെയ്യും ക്യാമറയിൽ. ബിക്കോസ് ഹീസ് എ ആർട്ടിസ്റ്റ്, സോ ഹി നോസ് സോ മെനി തിങ്സ്. ലൈക്ക് ഞാനും എൻസിബം ഋഷിയുടെ കൂടെ എൻസിബ ഞാനാണ് എത്രയും ലൈക്ക് നമ്മളുടെ സീക്രറ്റ് ഷെയർ ചെയ്യുന്ന ആള് ഋഷിയാണ്. സോ ആള് തിരിച്ച് ആരൊക്കെ ചോദിക്കില്ല, തിരിച്ച് ആരൊക്കെ പറയില്ല. ഒരു ഇതായാലൊക്കെ പറയും പുറകെ പോയിട്ട് കാണാം. ഇപ്പൊ ഒരാളെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ആരെ പുറത്താക്കും? ഞാൻ ഇപ്പൊ ഒരാളെ നൂറാനെ ആ വീട്ടിലെ എല്ലാവരും എനിക്ക് സത്യം പറഞ്ഞു ഭയങ്കര സ്നേഹിക്കും, ഉമ്മ കൊടുക്കും, ലവ് പറഞ്ഞ് തീരും. കാരണം ആ വീട്ടിൽ ആ കുട്ടിക്ക് ആർക്കും ഇഷ്ടമില്ല. ആർക്കും ഇഷ്ടമല്ല നൂറാനെ, ആർക്കും ഇഷ്ടമില്ല. 19 ആൾക്കാരെ 18 ആൾക്കാർക്ക് ഇഷ്ടമില്ല. കാരണം അവളെ അത്ര ഇറിറ്റേറ്റിംഗ് ആണ്. അത് അവള് മനഃപൂർവ്വമായിട്ട് ചെയ്തിരിക്കുന്ന അതാ എനിക്ക് തോന്നുന്നു. സ്ക്രീൻ സ്പേസിന് വേണ്ടി ചെയ്യണായിരിക്കും നൂറ് എങ്ങനെയൊക്കെ. ചിലപ്പോ ദാറ്റ് ഈസ് ഹർ ഗെയിം. കാരണം നമ്മൾ എല്ലാവരും ഇൻഡിവിജ്വൽ അല്ലേ, ഫാമിലി ഇല്ലല്ലോ. ബിഗ് ബോസ് ഹൗസിൽ കളിക്കുന്ന പോലെ സി ഇസ് ദ റിയൽ പ്ലെയർ ഹൂ ഇസ് റിയലി. അപ്പൊ അർജുനാണോ നൂറായാണോ കുറച്ചും കൂടി ഒരു റിയൽ പ്ലെയർ? അതായത് മറ്റേ ഡബിൾ ഫേസ് ഒക്കെ ഉള്ള സെൽഫിഷ് ആയിട്ടുള്ള. സെൽഫിഷ് ആണ് അർജുനാണ്. അർജുൻ ഹി ഈസ് വെരി സെൽഫിഷ് ബിക്കോസ് ഹി ചീറ്റഡ് ഋഷി 2-3 ടൈം. ഋഷി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു പാവം പയ്യൻ, എല്ലാവരും വിശ്വസിക്കണം. അവനെ പറ്റിച്ചു. അവനൊക്കെ ഇമോഷണലി എങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോൾ പവർ റൂമിലെ കയറാൻ വേണ്ടി എല്ലാവരും ടാർഗറ്റ് വെച്ചിട്ട് നമ്മൾ കളിക്കും. എങ്ങനെ ഉണ്ടെങ്കിൽ പവർ റൂമിലെ കയറാം. ആ ടൈമിൽ ജിൻറ്റു ചേട്ടന് എനിക്ക് ചോദിച്ചു പവർ റൂമിൽ ആരൊക്കെ ഇരിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഋഷി അല്ലെങ്കിൽ യമുന ചേച്ചി. കാരണം യമുന ചേച്ചി ഉണ്ടെങ്കിൽ മെച്യൂർ ആയിട്ട് കാര്യങ്ങളും പിടിക്കും. രശ്മിൻ്റെ കൂടെ ഇരിക്കില്ല. യമുന ചേച്ചി നേരെ പറയുന്ന വാക്കാണ്. യമുന ചേച്ചി ഇങ്ങനെ പോണ ആള് ഇല്ലെങ്കിൽ ഋഷിക്കെ പിടിക്കും. അവന് ഇവിടെയാണ് ചിന്തിക്കും. അവന് ഒരു ആള് എന്തെങ്കിലും ഞാൻ ഇപ്പോൾ എൻ്റെ കൈ പൊല്ലിയല്ലേ, മൈ 2 ഫിംഗർ, ആ വീട്ടിലെ എത്രയും അങ്ങനെ ഓടി നടക്കുന്ന ഋഷിയാണ്. ടെൻഷനാണ് ഭയങ്കര ടെൻഷനാവും. ഞാൻ കുക്കിംഗ് ചെയ്യുമ്പോഴത്തെ സൈഡിനൊക്കെ പറഞ്ഞ പറയതി അവളെ എന്നാ പറഞ്ഞില്ല കേൾക്കില്ല. അവർക്ക് പറയതി കിച്ചണിൽ പോകാൻ പറ കുറച്ച് ടേസ്റ്റ് അടിക്കുന്ന അവളെ ഈ കയ്യിൽ ഇങ്ങനെ കുക്കിംഗ് ചെയ്യുന്ന. സോ ഈസ് ലൈക്ക് അപ്സരയുടെ കൂടെ അവൻ്റെ ഭയങ്കര ഫൈറ്റിങ്. അപ്സരയുടെ കാലിൽ ഒരു കുരു വന്ന് നമ്മളെല്ലാവരും പോയി. ഞാൻ നോക്കി അപ്പം ഡോക്ടറുടെ അടുത്ത് പോയി കഥ വലിയ ഇപ്പം കാരണം ചെരിപ്പാണ്. അപ്പം തന്നെ അവനെ ഓടി റൂമിൽ പറഞ്ഞു
വാട്ട് ഹാപ്പൻ ടു ഹർ, സീസ് ഓക്കെ. അവനെ നിങ്ങളുടെ എൻ്റെ കൂടെ ഇപ്പോൾ കുറച്ച് മുന്നേ ഫൈറ്റിംഗ് ചെയ്യുന്നില്ലേ, അപ്പോൾ സി വാട്ട് ഇസ് ദിസ്, ഡോണ്ട് ടെൽ ഹർ. സോ ലൈക്ക് അവന് അപ്സരക്കെ കാണിക്കില്ല ആ സ്നേഹമുണ്ടോ ആ കെയർ ഉണ്ടോ, കാരണം അവൻ്റെ ഫ്രണ്ട്സ് പലരും മറിച്ചു പോകും. ചിലപ്പോൾ പക്ഷേ പുള്ളിയുടെ സ്റ്റോറിയൊക്കെ ഭയങ്കര ഹാർഡായിട്ടുള്ള ലൈഫ് സ്റ്റോറി ആയിരുന്നു. ചിലപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈലിലൊക്കെ വളർന്നുകൊണ്ട് ആക്കുണ്ടാവുന്ന എന്താ ആരെങ്കിലും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അവനൊക്കെ ചിലപ്പോൾ ഐ ക്യാൻ ഫീൽ ദാറ്റ് ഈസ് എ റീസൺ ഐ തിങ്ക് ഐ എം വെരി ക്ലോസ് ടു ഹിം. ബിക്കോസ് ഞാൻ ഒരു ആൾ ഭയങ്കര ഡീപ്ലി പോയിട്ട് ചിന്തിക്കും. ഒരു ആൾ എന്തെങ്കിലും പറഞ്ഞുണ്ടെങ്കിൽ അവർ പറയുന്ന ഒരു 90% ആൾക്കാരുടെ അല്ലാത്ത എന്താ പറയുക സ്കിൻ സ്പേസ് സിംപറ്റിയുടെ വേണ്ടി പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞ 2 ആൾ എനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ചായി. ഒരെണ്ണം അഭിഷേക് ആസ്, ബിക്കോസ് അവനും എനിക്ക് ഒരു കാര്യം പറഞ്ഞ് അവൻ്റെ കഥ പറഞ്ഞത് അവൻ്റെ ചെറിയ കാലത്തിലെ അമ്മ അഭിഷേക് ആസിൻ്റെ ശ്രീകുമാറിൻ്റെ അമ്മ ഇല്ല, ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട്. സോ അവന് വേറെ ഒരു ആളുടെ വീട്ടിൽ താമസിച്ച് പഠിച്ചു. സോ ആ വേറെ ഒരു ആൾക്കാരുടെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ബിക്കോസ് എനിക്ക് ആ അനുഭവം ഉണ്ടോ. സോ നമുക്ക് ഏതാ രീതിയിലേക്ക് ട്രീറ്റ് ആക്കും, നമ്മളിങ്ങനെ വളർത്ത് ഒരു സ്ഥലത്തിലായിരിക്കും. പിന്നെ അച്ഛൻ്റെ വേറെ ഫാമിലി ആവുന്നുണ്ടെങ്കിൽ സ്റ്റിൽ ഹി വാസ് ലിവിങ് ഇൻ ദ ഗ്രാൻഡ് മദർ ഹൗസ് ആണ്. സോ അവന് അനിയത്തിക്കെ പോലെ ഒരു ദിവസം കെട്ടിപ്പിടിക്കാം, അവർക്ക് ആ സന്തോഷം കിട്ടിയിട്ടില്ല. അപ്പോൾ സോ ഞാൻ കാലത്ത് എനിക്ക് ഭയങ്കര വിഷം വന്നു. സോ ഞാൻ എപ്പോഴും വന്നിട്ട് അവന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഗുഡ് മോർണിംഗ്, യു നീഡ് എനിത്തിങ്, സോ ഭക്ഷണം പോലെ. സോ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അവന് ഒരു ദിവസം ഇമോഷണൽ ആയിട്ട് എന്നെ വന്നിട്ട് എനിക്ക് പറഞ്ഞു, ജാനു എനിക്ക് കെട്ടിപ്പിടിക്കണ്ടോ, എനിക്ക് അനിയത്തി പോലെ ഞാൻ കെട്ടിപ്പിടിച്ചിട്ട് എനിക്ക് മനസ്സിൽ ഭയങ്കര ഇമോഷണൽ ആയി പോകും. ഐ ഡോണ്ട് വാണ്ട് ടു ഷോ ദാറ്റ്. എനിക്ക് ആ ഇമോഷണൽ ലൈക്ക് ബിഗ് ബോസിലാണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും ടോക്സിക് ആന്നൊക്കെ പറഞ്ഞ് പോർട്രേ ചെയ്തിട്ട് ബിക്കോസ് ഹി വാണ്ട്സ് ടു മേക്ക് ഹിം ഹിസ് നെയിം അവന് ആണ് അവനക്ക് ടോക്സിക് ആക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞ നടക്കില്ല. ടോക്സിക് ഒന്നല്ലേ പാവം, ശരിക്കും പറഞ്ഞ ജെന്യൂൻ പ്ലെയർ ആണല്ലേ, വെരി ജെന്യൂൻ. എനിക്ക് കുറച്ചുകൂടി എല്ലാവരും അവനെ തുടങ്ങി. കാരണം അവന് ലാലത്തന്നെ മുന്നേ വെച്ച ഒരു വക പറഞ്ഞു, ഈ വീട്ടിൽ ഞാൻ 100 ദിവസം ഇരിക്കും, എൻ്റെ കൂടെ ഓരോ ആളും മതി. ലാലത്തൻ ആരാ ചോദിച്ച് ഞാൻ അപ്പം തന്നെ സാരി അവനെന്താ പറയാന്. പിന്നെ ലാലത്തൻ എനിക്ക് ചോദിച്ചു വൈ ജാൻമണി പറയോ. ഞാൻ പറഞ്ഞ ലാലത്തൻ എന്താ പറയാ, ഞാൻ പറഞ്ഞ ലാലത്തൻ ഞാൻ പറഞ്ഞു ബിക്കോസ് ഐ തിങ്ക് ഐ അണ്ടർസ്റ്റുഡ് ഹിം. ഒരു ആൾക്ക് നമുക്ക് ജഡ്ജ് ചെയ്യുന്ന മുന്നേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഇപ്പോൾ ആസ് എ വ്യൂവർ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ വരുന്നു, പുള്ളി ടോക്സിക് ആയിട്ടുള്ള ഒരാളാണ്, പുള്ളി വന്നു കഴിയുമ്പോൾ യു ആർ ഫ്രം ദി കമ്മ്യൂണിറ്റി, നിങ്ങളൊക്കെ തമ്മിൽ ഭയങ്കര ഫൈറ്റ് ആകുമെന്ന് വിചാരിച്ചാൽ. പക്ഷേ ലൈക്ക് ഇപ്പോൾ ചേച്ചി പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ ഞങ്ങൾ കാണുന്നവരുടെ ഒരു പ്രോബ്ലം ആയിരിക്കാം, ഞങ്ങൾ കുറേ കാര്യങ്ങൾ ജഡ്ജ്മെൻറ്റലായിട്ട് തീരുമാനിച്ചുകൊണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ തമ്മിൽ നല്ല ക്ലോസ് ആയി, നിങ്ങൾ തമ്മിൽ അത്ര ദേഷ്യമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ക്ലോസ് ആയി, നിങ്ങൾ നല്ല ഫ്രണ്ട്സായി, കുറച്ചുകൂടി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് ചേച്ചിക്കും, ചേച്ചി ചിന്തിക്കുന്നത് എന്താണെന്ന് അവർക്കും മനസ്സിലാക്കാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടിയും ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളായതുകൊണ്ടും കുറച്ചുകൂടിയും സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി സംസാരിച്ചുകൊണ്ടും ആണോ ഈ അഭിഷേകിന് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി ടാർഗറ്റ് ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ ആദ്യം ആ ഒരു യെല്ലോ കാർഡ് കിട്ടിയ ഇൻസിഡൻറ്റ് വാട്ട് ഡു യു തിങ്ക്? ബിക്കോസ് ഓഫ് ദറ്റ് നമുക്ക് ആ വീട്ടിലെ കമ്മ്യൂണിറ്റിയുടെ വേണ്ടി ആയിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ അവന് ആക്ച്വലി പറയാൻ കാര്യം വേറെ ഉണ്ട്. പക്ഷെ അത് പറഞ്ഞ് പോയി കമ്മ്യൂണിറ്റിയുടെ പേരിലേക്ക് വന്നിട്ട് പിന്നെ അത് ഭയങ്കര അവൻ്റെ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ആരോ കേൾക്കുന്നില്ല. എല്ലാവരും കമ്മ്യൂണിറ്റി പറഞ്ഞിട്ട് ആ കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞിട്ടില്ല. അതാ എനിക്ക് ലാസ്റ്റ് മനസ്സിലായി. പക്ഷെ ആ മനസ്സിലായി കഴിഞ്ഞിട്ടും ലാലത്തിന് കാരണം ഒരു ഔട്ടറിലും ഇത് നിങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കുന്നു വന്നിട്ടില്ല. കാരണം അതാ ഞാൻ മാത്രം ആളുടെ കൂടെ ഒറ്റയ്ക്ക് സംസാരിച്ച്, ബാക്കി ഒരു ആൾ വന്നിട്ട് സംസാരിച്ചിട്ടില്ല. അത് തീരുന്നില്ല. അത് ഒരു ഫൈറ്റിംഗ് ആയിട്ട് കൊണ്ടുപോയി ആ കമ്മ്യൂണിറ്റി. ഞാൻ ഒരു വാക്ക് പറഞ്ഞ് അതാണ് എനിക്ക് പറഞ്ഞ ജെൻഡർ കാർഡ് വെച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആണിൻ്റെ കൂടെ അല്ല പെണ്ണിൻ്റെ കൂടെ അല്ല കളിക്കുന്നത്, നിങ്ങളൊരു ട്രാൻസ്ജെൻഡറിൻ്റെ കൂടെ കളിക്കുന്നത്. ദാറ്റ് മീൻസ് യു ഹാവ് ടു തിങ്ക് ഐ ഹാവ് എ 2 ബ്രെയിൻ. അത് ജെൻഡർ കാർഡ് അല്ല. ബിക്കോസ് എനിക്ക് ആ 2 ബ്രെയിൻ ഉണ്ടോ, എനിക്ക് പിടിക്കാൻ പറ്റും. നിങ്ങൾ ആണിൻ്റെ കൂടെ കളിക്കുന്നുണ്ടെങ്കിൽ ആണിക്ക് ആണിൻ്റെ പിടിക്കിട്ടും, പെണ്ണിൻ്റെ കിട്ടും. പക്ഷേ എനിക്ക് പെണ്ണുണ്ടെങ്കിൽ എനിക്ക് 2 സൈഡിൻ്റെ ബ്രെയിൻ ഉണ്ടോ, അതാണ് പറയുന്നത്. സോ അങ്ങനെയാണ് സംഭവം. സോ ആൾക്കാർക്ക് ആ ഉള്ളിലേക്ക് ഉണ്ടാ ആൾക്കാർ ഒരു വാക്ക് മാത്രം മതി പിടിക്കാൻ വേണ്ടി. ഇപ്പോൾ അവനെ ആ കമ്മ്യൂണിറ്റി പറഞ്ഞ് കൊടുത്ത് കഴിഞ്ഞിട്ടാണ്, കാരണം ഞാൻ ഫൈറ്റിങ് ചെയ്ത്. പിന്നെ ഞാൻ ചോദിച്ചു നിങ്ങൾ എത്ര പറയുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് എന്താ ഉണ്ടായി ചോദിച്ചിട്ട് ആ ടൈമിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ ഐ സെഡ് ഐ എം സോ സോറി, ഡിഡ് ഐ സെഡ് എനിത്തിങ് ടു ഹർട്ട് യു? ഹി സെഡ് ജാൻമണി ഈ വീട്ടിൽ ഒരാൾ മാത്രം ഉണ്ടായി,
പഠനില്ല അറ്റ്ലീസ്റ്റ് ദേഷ്യം പിടിക്കുന്ന ടൈമിൽ അന്ന് അഭിഷേകിനെ ഏറ്റവും കൂടുതൽ എതിർത്ത ആൾക്കാരിൽ ഒന്നാണെന്ന് ജാനുമണി. ഈ പുള്ളിയുടെ സൈഡ് കേട്ട് കഴിഞ്ഞപ്പോൾ ഡു യു സപ്പോർട്ട് ഹിം നൗ? I always support him because he is a good gamer and he is a good human being. സോ അവൻ്റെ പുറത്തേക്ക് എന്താ ഉണ്ടോ അത് എനിക്ക് അറിയത്തില്ല. സ്റ്റിൽ ഐ ഡോണ്ട് നോ അബൌട്ട് ഹിം. ആൾക്കാരുടെ വേണ്ടി എനിക്കറിയില്ല. ആള് നമ്മളുടെ കമ്മ്യൂണിറ്റിയുടെ വേണ്ടി എന്നെ മുന്നേ പറഞ്ഞിട്ടില്ല. ആള് പറഞ്ഞ കുറച്ച് ആൾക്കാരെ ഉണ്ടോ എനിക്ക് റെസ്പെക്ട് ഇല്ലാത്ത ആ ആൾക്കാർ ഇങ്ങനെ ചെയ്യും. അങ്ങനെ നമ്മളുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഉണ്ടോ? അതെല്ലാ എല്ലാ മനുഷ്യന്മാർക്കൊക്കെ ഉണ്ടോ? പെണ്ണുങ്ങളുടെ കൂടെ ഒരു കുറെ പെണ്ണുങ്ങളുണ്ടോ? ആണുങ്ങളുടെ ഗോവിന്ദചാമി ഒരു ആണാണ്, മറ്റേ ജോളി ഒരു സ്ത്രീയാണ്. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിലും ചീത്ത ആൾക്കാരുണ്ട്, നല്ല ആൾക്കാരുണ്ട്. all human end of the moment we are human being, we made by negative and positive energy. സോ നമ്മളുടെ എല്ലാവർക്കും പോസിറ്റീവ് സൈഡ് ഉണ്ട്, നെഗറ്റീവ് സൈഡ് ഉണ്ടല്ലോ. അതിൻ്റെ ചിലപ്പോൾ കുറച്ച് കൂടും, കുറച്ച് കുറക്കും. സോ അതിൻ്റെ വെച്ചിട്ട് ഒരാൾ സംസാരിക്കുന്നത് ഐ ഡോണ്ട് തിങ്ക് സോ ഹിൽ ബി. ഒരാൾ നന്നാവാൻ വേണ്ടി നമ്മൾ ക്ഷമിക്കണം. ആ ആൾക്ക് നീ ചീത്താണ്, നീ എങ്ങനെയാണ്, നീ ഇങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. We have to try him to make, no, you are better person, you are good person, you are sweet. ഞാൻ അങ്ങനെ ആള് ചേഞ്ച് ആയി പോയി. എല്ലാവരും പിന്നെ ടോക്സിക് വീഡിയോ പോയിട്ട് തക്കുടുവാവേ. സോ യു ബിക്കം വെരി ക്ലോസ്. ഓക്കെ, ലെറ്റ്സ് കം ബാക്ക് ടു ഋഷിയുടെ കാര്യം. ലൈക്ക് എന്താ കുറച്ച് നേരം മുമ്പ് പറഞ്ഞപ്പോൾ ഇമോഷണൽ ആവണോ, ഒരു സങ്കടമുള്ള പോലെയൊക്കെ തോന്നി. വാട്ട് ഹാപ്പൻഡ്? ഇമോഷണൽ സങ്കടം അല്ല, ഐ സെ ജെന്യുവൻ. ആൻഡ് പിന്നെ and he is very mature guy. Like serious ആയിട്ട് പറഞ്ഞിട്ട് because he is very mature, mentally mature. So നമ്മളുടെ ഏജ് ഓൾസോ എനിക്കും ഋഷിക്കും ബിക്കോസ് നമ്മൾ ചെറിയ വയസ്സിൽ ജോലി ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നമ്മളുടെ കഷ്ടപ്പെട്ട് നമുക്ക് അറിയത്തില്ല. സോ നമ്മളുടെ ലൈഫ് എങ്ങനെ പോകുന്ന വേറെ ആൾക്കാർ ഇത് കൂടുതൽ അനുഭവിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. സോ നമ്മൾ രണ്ട് പേരുടെ സ്ട്രഗിൾ അവന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ഋഷി യു ഡോണ്ട് ഹാവ് ടു ടോക്ക്. സോ I can understand. അത്ര ആൾക്കാർക്ക് അറിയുന്ന ആവശ്യമില്ല ബിക്കോസ് നോബഡി നോസ് ഇറ്റ്. സോ നമ്മളുടെ ഫീൽ ചെയ്യുന്ന ഒരാൾക്ക് മനസ്സിലാവും. സോ അവന് അങ്ങനെയാണ്, എപ്പോഴും ഓപ്പൺ അപ്പ് ആയിട്ട് അവന് സംസാരിക്കില്ല. ഞാൻ അങ്ങനെയാണ്, ഓപ്പൺ അപ്പ് ആയിട്ട് നമ്മൾ സംസാരിക്കുക. പക്ഷെ നമ്മളുടെ രണ്ട് പേരുടെ കാര്യങ്ങൾ നമ്മൾ കുറിച്ച് കാര്യത്തിൽ നമുക്ക് മനസ്സിലാവും എങ്ങനെ സംഭവം ആണ്. പക്ഷെ എൻ്റെ ലൈഫിലെ കുറേ കാര്യങ്ങളും വന്ന് ഞാൻ ഓപ്പൺ ആയിട്ട് അവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ അവനക്ക് മനസ്സിലായി. സോ അവൻ്റെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വന്നോ എനിക്ക് മനസ്സിലായി. സോ അതാണ് നമ്മളെ ഓരോ ആൾക്കും മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ജിൻറ്റു ചേട്ടൻ്റെ കുറേ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. അതാ കഴിഞ്ഞിട്ട് ഞാൻ ജിൻറ്റു പറഞ്ഞു അത്ര ആളുണ്ടെങ്കിൽ തക്കിൾ എൻ്റെ കയ്യിൽ, ബട്ടൺ എൻ്റെ കയ്യിൽ, ഞാൻ സ്വിച്ച് ചെയ്തില്ല, ആളെ മിണ്ടും. സോ അങ്ങനെയാണ്. സോ ഇപ്പോൾ ചേച്ചി പുറത്തേക്ക് ജിൻറ്റു ഒറ്റപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ടോ? ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യപ്പെടുന്നില്ല. ജിൻറ്റു ചേട്ടൻ എല്ലാവരും ടാർഗറ്റ് ചെയ്യും. പക്ഷെ അവൻ്റെ ഋഷിയിൽ അത്ര ഫൈറ്റിംഗ് ഉണ്ടെങ്കിൽ ആ എൻ്റെ പേര് നല്ല ഒരു സഹോദരൻ ഉണ്ടോ? പക്ഷെ ഒരുപാട് പേര് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പുള്ളീനെ. എന്തായാലും ആര് വിന്നറാവുന്നുള്ളത് നമുക്ക് കാണാം. പിന്നെ അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ ഇനി എന്താണ് ഒന്നുകൂടി ഒരു പ്രാവശ്യം ഞാൻ നേരത്തെ ചോദിച്ചാണ്, എന്നാലും വേറെ എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാൻസ് എന്തെങ്കിലും ഉണ്ടോ ലൈഫിൽ? ഇനി ട്വിസ്റ്റ് ഒന്നുമില്ല. ഇപ്പോൾ ക്ലാസ് തുടങ്ങണം, നോർമൽ ലൈഫ്, അഡ്മിഷൻ തുറക്കാൻ പോകും. എന്തെങ്കിലും ആഗ്രഹങ്ങൾ? ഒന്നുകൂടി ബിഗ് ബോസിൽ പോയാൽ കൊള്ളാം. മത്സരിക്കാൻ പോയില്ലെങ്കിൽ ഒന്ന് പോയി എല്ലാവരെയും കണ്ടിട്ട് തിരിച്ചു അത്ര ആഗ്രഹമുണ്ട് എനിക്ക്. പാർട്ടിസിപ്പൻ്റ് ആയിട്ട് അല്ല, അറ്റ്ലീസ്റ്റ് 1 വീക്ക് ഗസ്റ്റ് പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് കയറി സർപ്രൈസ് ആയിട്ട് ഇറങ്ങാം, എല്ലാവർക്കും റിയാക്ഷന് നോക്കാൻ പോഴൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയി. കാരണം തിരിച്ച് വരാൻ പറ്റില്ല ഒബ്വിയസ്ലി. ഇപ്പോൾ ഒരു സീക്രട്ട് ലെറ്റർ കൊടുക്കാൻ പറ്റാറുണ്ടെങ്കിൽ ആർക്ക് കൊടുക്കും? ബിഗ് ബോസിന് അധികം ഒരു സീക്രട്ട് ലെറ്റർ ചുമ്മാ ഒരു ചാൻസ് ഇട്ടാന്നൊക്കെ ഋഷിക്ക് കൊടുക്കും. ഋഷിക്ക് കൊടുക്കും. എന്തായിരിക്കും കൊടുക്കണം? എന്താ ഋഷിക്ക്? ബിക്കോസ് he should understand everyone playing the game and emotionally like targeting him. അത് അവന് മനസ്സിലായിട്ടില്ല. ഇമോഷണലി എല്ലാവരും. പക്ഷെ അവന് ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷെ അവനക്ക് കുറച്ചു ലൈക്ക് എല്ലാവരുടെ വേണ്ടി മനസ്സിലാവും. അവരുടെ ബാക്ക് സ്റ്റെപ്പ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. കാരണം ജിൻറ്റു ചേട്ടനക്ക് മനസ്സിലാവും, ജിൻറ്റു ചേട്ടൻ നല്ല ബ്രെയിനാണ്. ജിൻറ്റു ചേട്ടൻ അപ്പട്ടനെ മനസ്സിലാവും, ഒന്നും പറയില്ല, അതില്ലാതെ പറയിരിക്കുമോ. പിന്നെ സ്മോക്കിംഗ് ജോണിൽ വന്നിട്ട് പറയും എനിക്കറിയാം, അപ്പം അതാ എനിക്കറിയാം. അങ്ങനെയാണ്. ഇപ്പോൾ മേക്കപ്പ് പിന്നെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബ്രൈഡൽ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ജൂണിൻ്റെ മുന്നിൽ ഞാൻ മൊത്തം ക്യാൻസലാക്കി. ഇപ്പോൾ തിരിച്ച് വർക്കിലേക്ക് ആയിരുന്നു, ബാക്ക് ടു വർക്ക് ബിക്കോസ് ദിസ് ഈസ് അവർ ലൈഫ്. ഫൈനലി അവിടെ തന്നെ എത്തിപ്പെട്ടു. ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ അത് വേറെ കുറെ പേർക്ക് പകർന്നു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക. സുന്ദരിയും ആക്കി കൊടുക്കുക. ഞാൻ പോയിട്ട് മേക്കപ്പ് ഐ ലവ് ദാറ്റ്.
ഓക്കെ മോർണിംഗ് ബ്രൈഡൽ മേക്കപ്പ് ചെയ്യും, പിന്നെ തിരിച്ച് വീട്ടിൽ വരും, കിടക്കാം. ഓക്കെ. അപ്പോൾ ജാനുമണിയുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാവിധ ആഗ്രഹങ്ങളും എല്ലാം അടിപൊളിയാവട്ടെ, സെറ്റാവട്ടെ. എന്തൊക്കെയാണോ ഡ്രീംസ് അതൊക്കെ സക്സസ്ഫുൾ ആവട്ടെ, അയ്യോ, അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ, Thank വലിയ നിലയിലെത്തട്ടെ. ഇനി ഇതിൽ കൂടുതൽ എന്ത് നിലയിലെത്താനല്ലേ. അപ്പോൾ ജാനുമണിയുടെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഒരുപാട് സന്തോഷം കേട്ടതിലും അറിഞ്ഞതിലും, ജാനുമണീനെ പേഴ്സണലായിട്ട് അറിഞ്ഞതിലും. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്ക്രീനിൽ കണ്ടതും അല്ലെങ്കിൽ ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ നമ്മൾ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് കാണുമ്പോഴും റീലിൽ ഫോണിൽ കാണുമ്പോഴും അതിനേക്കായൊക്കെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേഴ്സണാണ് ജാനുമണി. Thank you. യു ഡിസേർവ് മോർ. പക്ഷേ ഇനിയും ജീവിതത്തിൽ അവസരങ്ങൾ വരും. എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു തുറക്കാണല്ലോ. അപ്പോൾ എന്തായാലും വന്നതിലും ഞങ്ങളുടെ ഒപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്തതിലും ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവരും നമ്മുടെ പപ്പാട്രിക്സ് മീഡിയയുടെ ജാനുവരിയുടെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജാനുവരിയുടെ ഒരുപാട് ബർത്ത്ഡേ വിശേഷങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും കുറച്ചുകൂടി നമുക്ക് ജാനുവരിനെ അറിയാൻ പറ്റി. ഞങ്ങൾക്ക് നല്ലൊരു കൺവേഴ്സേഷൻ ആയിരുന്നത്. അപ്പോൾ വി ആർ സൈനിങ് ഓഫ് ഫ്രം ടുഡേയ്സ് എപ്പിസോഡ്. ഇനിയും എല്ലാവരെയും കാണാൻ സാധിക്കട്ടെ. ബൈ ബൈ.